അശ്വമലയാളത്തിൻ്റെ എല്ലാ പ്രേക്ഷകർക്കും ഗുരുജനങ്ങൾക്കും ഈ വീഡിയോ കാണുന്ന പുതിയ എല്ലാ വ്യക്തികൾക്കും ഒരു വിനീതമായുള്ള നമസ്കാരം. ഞാൻ മധുസൂദന പണിക്കർ, അകത്തേത്ര കളരിക്കൽ പാലക്കാട്. അശ്വതി മുതൽ രേവതി വരെയുള്ള 27 നക്ഷത്രക്കാർക്കും ഈ 2025 മാർച്ച് മാസത്തിൽ ഉണ്ടാകുന്ന ഗ്രഹഗോചവശാൽ വരുന്ന ഫലങ്ങളെ അടിസ്ഥാനപ്പെടുത്തി നക്ഷത്രഫലങ്ങൾ എന്ന നിലയ്ക്ക് നമ്മൾ ചെയ്യുന്ന ഈ വീഡിയോ തീർച്ചയായിട്ടും എല്ലാവർക്കും ഉപകാരപ്പെടും. ഈ അടുത്ത കാലത്ത് നമ്മുടെ ചാനലിൽ 2025 വർഷം എന്തൊക്കെയാണ് ഗുണദോഷങ്ങളെന്നുള്ള വീഡിയോ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അതെല്ലാവരും കാണാത്തവർ കാണുക. ഈ സമയത്ത് വരുന്നതായിട്ടുള്ള ശനിമാറ്റത്തെക്കുറിച്ചും മറ്റുമൊക്കെ നല്ല വീഡിയോ നമുക്ക് പ്രതീക്ഷിക്കാം. നമ്മുടെ ചാനൽ കാണുന്ന പുതിയ വ്യക്തികളാണെന്നെങ്കിൽ തീർച്ചയായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടത്തുള്ള ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്ത് വെക്കുക. ചാനലിനെക്കുറിച്ചുള്ള എല്ലാ വിശദാംശങ്ങളും ഈ വീഡിയോയുടെ താഴെയുള്ള ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്, വായിക്കുക. ചെറിയ സംശയങ്ങൾക്ക് വീഡിയോയുടെ താഴെ കമൻറ്റ് ചെയ്യാം. വിശദമായിട്ടുള്ള കാര്യങ്ങൾക്ക് നേരിൽ വരികയോ ഓൺലൈൻ വഴി കൺസൾട്ടേഷൻ പ്രയോജനപ്പെടുത്താം. അപ്പോൾ എല്ലാവർക്കും ഒരിക്കൽ കൂടി നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം ചെയ്തുകൊണ്ട് വീഡിയോയുടെ വിശദാംശങ്ങളിലേക്ക് നമുക്കൊന്ന് കിടക്കാം. അശ്വതിയും ഭരണിയും കാർത്തികയുടെ കാൽഭാഗവും അടങ്ങുന്ന മേടം രാശിക്കാർക്ക് ഈ 2025 മാർച്ച് മാസത്തിലുണ്ടാവുന്ന ഗുണദോഷങ്ങൾ എന്തൊക്കെ എന്ന് നമ്മളൊന്ന് പരിശോധിക്കുമ്പോൾ അർഹിക്കുന്ന സ്ഥാനമാനങ്ങൾ നമ്മളെ തേടിയെത്തും. എല്ലാ ഐശ്വര്യങ്ങളും വർദ്ധിക്കാൻ സാധ്യത കാണുന്നു. രോഗാധീനതകൾക്ക് ശമനം വരും. ആരോഗ്യം വീണ്ടെടുക്കും. നല്ല പ്രവർത്തികൾ ചെയ്യാനുള്ള സാഹചര്യങ്ങളും പ്രവർത്തികളിൽ വിജയവും കൈവരിക്കാൻ സാധിക്കുന്ന ഒരു മാസമായിട്ട് സൂചിപ്പിക്കുന്നു. മനസ്സിലുള്ളതായിട്ട് ദുഃഖങ്ങളും ദുരിതങ്ങൾക്കൊക്കെ ഒരു അറുതി വരും. അതുപോലെ കൂടപ്പുറപ്പുകളെ കൊണ്ടുള്ള ഗുണങ്ങളൊക്കെ നമുക്ക് പ്രതീക്ഷിക്കാം. മറ്റ് സഹായ സഹകരണം, മറ്റുള്ള പലതരത്തിലുള്ള സഹായികളെ കൊണ്ടുള്ള ഗുണങ്ങളൊക്കെ നമുക്ക് പ്രതീക്ഷിക്കാവുന്നൊരു മാസമായിട്ട് കാണുന്നു. അപ്പോൾ തീർച്ചയായിട്ടും നമ്മൾ ആരെന്നെങ്കിലും ഒരു സഹായങ്ങൾ പ്രതീക്ഷിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് നമുക്ക് സ്വീകരിക്കാവുന്നതാണ്. മറ്റ് കാര്യങ്ങളോട് നമ്മളത് ഉപേക്ഷാ കാര്യങ്ങൾ വിചാരിക്കാതെ നമ്മളതിന് ഉപകാരപ്പെടുന്ന നന്നായിരിക്കുമെന്ന് പ്രത്യേകിച്ച് പറയുന്നു. സാമ്പത്തികപരമായിട്ടുള്ള പുരോഗതി ഉണ്ടാവും. പക്ഷേ തക്കതായിട്ട് ചിലവുകളും ഈ മാസം പ്രതീക്ഷിക്കാം. എന്തെങ്കിലും ചെലവുകളെ നിയന്ത്രിക്കാനുള്ള മാർഗ്ഗങ്ങൾ നമ്മൾ സ്വീകരിക്കുന്നതായിരിക്കും. കുടുംബത്തിൽ പൊതുവെ ഒരു സമാധാനം, ഇഷ്ടകാര്യസിദ്ധി, നല്ല ആരോഗ്യം, ഇഷ്ടഭക്ഷണയോഗം, അതുപോലെ തന്നെ ദാമ്പത്യ സൗഖ്യങ്ങൾ, സുഖഭോഗങ്ങൾക്ക് വേണ്ടിയിട്ടുള്ളതായിട്ടുള്ള ആഡംബരമായിട്ടുള്ള കാര്യങ്ങൾക്ക് വാങ്ങിച്ചേർത്തൽ, മൂട് പിടിപ്പിക്കൽ എന്നീ കാര്യങ്ങളൊക്കെ നടക്കാൻ സാധ്യത പ്രത്യേകിച്ച് സൂചിപ്പിക്കുന്നു. അതുപോലെ തന്നെ ഉദ്ദേശിക്കുന്ന സ്ഥാനമാനങ്ങൾ നമ്മൾ കർമ്മമേഖലയിലൊക്കെ അഭിവൃദ്ധി ഉണ്ടാവേണ്ട ഒരു മാസമായിട്ടാണ് പ്രത്യേകിച്ച് കാണുന്നത്. എന്തെങ്കിലും പ്രൊമോഷനോ കാര്യങ്ങളോ വരാനുണ്ടെങ്കിൽ അതൊക്കെ ഈ സമയത്ത് വരാൻ സാധ്യതയുണ്ട് എന്ന് സൂചിപ്പിക്കുന്നു. എല്ലാ വിഘ്നങ്ങളും വിട്ടകലും പലതരത്തിലുള്ള ഒരു പരാജയ ഭീതി കഴിഞ്ഞ കാലഘട്ടത്തിൽ ഉണ്ടായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതൊക്കെ ഒന്ന് മാറിക്കിട്ടാൻ സാധ്യത ഈ മാസം സൂചിപ്പിക്കുന്നു. ധനസമൃദ്ധി, വസ്ത്രാഭരണ ലാഭം, ശുഭമംഗളകർമ്മപ്രാപ്തി, എല്ലാ തരത്തിലുള്ളതായിട്ടുള്ള അഭിവൃദ്ധികൾ, ഐശ്വര്യങ്ങൾ, അതുപോലെ പൊതുരംഗത്തൊക്കെ പ്രവർത്തിക്കുന്നവർക്ക് തീർച്ചയായിട്ടും നല്ല അഭിവൃദ്ധികളും കലാ സാംസ്കാരിക മേഖലയായിട്ട് ബന്ധപ്പെട്ടും രാഷ്ട്രീയ മുതലായിട്ട് മേഖലകളിലൊക്കെ പ്രവർത്തിക്കുന്നവർക്ക് ഒരു നല്ല സമയമായിട്ടും കാണുന്നു. വിദേശത്തിരിക്കുന്നവർക്ക് തീർച്ചയായിട്ടും നല്ല അഭിവൃദ്ധിയുള്ള മാസമാണ്. കർമ്മരംഗത്ത് അഭിവൃദ്ധിയും ധനലാഭയോഗമുള്ള ഒരു മാസമായിട്ട് സൂചിപ്പിക്കും. പ്രതീക്ഷിക്കാത്ത ചില വ്യക്തികളിൽ നിന്ന് നമുക്കൊരു ചില സപ്പോർട്ടുകൾ നമുക്ക് പ്രതീക്ഷിക്കാം. അത് ബിസിനസ്സൊക്കെ ചെയ്യുന്നവർക്ക് പാർട്ട്നേഴ്സിൻ്റെ കയ്യിൽ നിന്നായിരിക്കും പുതിയ പാർട്ട്ണർഷിപ്പൊക്കെ വന്നു ചേരാനുള്ള സാധ്യതകൾ കാണുന്നു. ചിലവർക്ക് മറ്റുള്ളവരുടെ ഇൻവെസ്റ്റ്മെൻറ്റുകൾ പ്രതീക്ഷിക്കാം. പുതിയ നിക്ഷേപങ്ങളൊക്കെ വർദ്ധിക്കാൻ സാധ്യത പ്രത്യേകിച്ച് കാണുന്നുണ്ട്. അതുപോലെ എന്തെങ്കിലും ചാരിറ്റി ആയിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ ഒന്ന് പ്ലാൻ ചെയ്യാനുള്ള സാധ്യതകൾ പ്രത്യേകിച്ച് കാണുന്നു. മറ്റുള്ളവർക്കും സഹായ സഹകരണങ്ങളൊക്കെ നമ്മൾ ചെയ്യാനുള്ളതായിട്ടുള്ള ഒരു യോഗം കാണുന്നുണ്ട്. അപ്പോൾ ധർമ്മകാര്യ പ്രവർത്തനങ്ങളൊക്കെ ഇറങ്ങാം. തക്കതായിട്ടുള്ള പ്രതിഫലങ്ങളും നമുക്ക് കർമ്മമേഖലയിലും ബിസിനസ് മേഖലയിലും നമുക്ക് പ്രതീക്ഷിക്കാം. പ്രശസ്തി ലഭിക്കാൻ സാധ്യത പ്രത്യേകിച്ച് കാണുന്നു. പ്രത്യേകിച്ച് ഒരു അധികാരമൊക്കെ വന്നു ചേരാനുള്ള പ്രത്യേകിച്ചൊരു സാധ്യത ഈ മാസമുണ്ട്. പൊതുരംഗത്ത് വിജയം, സംതൃപ്തി, അതുപോലെ തന്നെ പൊതുവെയുള്ളൊരു മനസ്സമാധാനം, സന്താനക്ലേശങ്ങളുണ്ട്, അതൊക്കെ ഒന്ന് ഒഴിയും. ചിലവുകളാണ് അല്പം ശ്രദ്ധിക്കാനായിട്ട് പ്രത്യേകിച്ച് പറയുന്നത്. വരുമാനങ്ങൾ വരാൻ സാധ്യതകൾ ധാരാളം കാണുന്നുണ്ട്. അതുപോലെ അവരവരുടെ മതാചാരങ്ങളിൽ കൂടുതൽ ശ്രദ്ധ ഊന്നണം. സ്പിരിച്വലായിട്ടുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ പ്രാക്ടീസ് ചെയ്യണം. വരും കാലഘട്ടങ്ങളിൽ ശനിയുടെയൊക്കെ സ്വാധീനം അല്പം ദോഷകരമായിട്ട് കടന്നു പോകുന്ന കാലഘട്ടങ്ങളായതുകൊണ്ട് ഇപ്പോൾ തന്നെ നമ്മളത് മുൻകൂട്ടി പല കാര്യങ്ങളും തീരുമാനിച്ച് എടുക്കുന്നത് നന്നായിരിക്കും. അതുപോലെ തന്നെ ഈ പെട്ടെന്നുള്ള എടുത്തുചാട്ടം, ദേഷ്യം, കോപം ഇതൊക്കെ അല്പം കുറയ്ക്കേണ്ടതുണ്ട്. മനസ്സിനെയൊക്കെ ഒന്ന് കൺട്രോൾ ചെയ്യണം. ആരോഗ്യപരമായിട്ട് കാര്യങ്ങൾ ശ്രദ്ധിക്കണം. പോഷകാഹാരങ്ങൾ കഴിക്കണം. കുറച്ചൊരു മെഡിറ്റേഷൻ മുതലായിട്ട് കാര്യങ്ങളൊക്കെ ഒന്ന് പ്രാക്ടീസ് ചെയ്യണം. എന്നിട്ടൊരു ദൈവാനുഗ്രഹം ഉണ്ടാക്കിയെടുക്കുന്നത് നമ്മുടെ കുറേ ദോഷങ്ങളെ കുറയ്ക്കാനായിക്കൊണ്ട് സാധിക്കും എന്നാണ് ഈ മാർച്ച് മാസം നമുക്ക് വരുന്നതായിട്ടുള്ള ഗുണദോഷങ്ങൾ. എന്തായാലും അവരവരുടെ ജാതകങ്ങളൊക്കെ പരിശോധിക്കുക. ഒരു തീരുമാനം കൈക്കൊള്ളുന്നതിന് മുമ്പ് തീർച്ചയായിട്ടും ആ ഒരു ജാതകത്തിൽ പറയുന്ന കാര്യങ്ങളെ കൂടി നമ്മൾ വിലയിരുത്തി കൊണ്ടുവേണം ഓരോ തീരുമാനങ്ങൾ കൈക്കൊള്ളാൻ. അപ്പോൾ തീർച്ചയായിട്ടും എല്ലാത്തിനും ഭഗവത് പ്രീതി വരുത്തുക. ഭഗവാന്റെ അനുഗ്രഹം ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു.
ഇതൊക്കെയാണ് നമുക്ക് മേടൻ രാശിക്കാർക്ക് ഈ മാസം ലഭിക്കുന്നതായിട്ടുള്ള വിവരങ്ങൾ. കാർത്തിക നക്ഷത്രത്തിൻ്റെ മുക്കാൽ ഭാഗവും രോഹിണി മകീരത്തിൻ്റെ ആദ്യ പകുതിയും അടങ്ങുന്ന ഇടവക്കൂറുകാർക്ക് ഈ 2025 മാർച്ച് മാസത്തിലുണ്ടാവുന്ന ഗുണദോഷങ്ങൾ എന്തൊക്കെ എന്ന് നമ്മളൊന്ന് പരിശോധിക്കുമ്പോൾ സർവ്വകാര്യങ്ങളിൽ വിജയം പ്രതീക്ഷിക്കാവുന്നൊരു മാസമായിട്ടാണ് കാണുന്നത്. പലതരത്തിലുള്ള ധനലാഭങ്ങൾ നമുക്ക് കാണുന്നു. കുറച്ച് കാലങ്ങളായിട്ട് മുടങ്ങിയിരുന്ന പല കാര്യങ്ങളും നമുക്ക് റീസ്റ്റാർട്ട് ചെയ്യാനുള്ള സാധ്യതകൾ കാണുന്നു. അതുപോലെ തന്നെ അനുസരിച്ചിട്ടുള്ള സാമ്പത്തികപരമായിട്ടുള്ള മെച്ചം, അഭിവൃദ്ധികൾ, സ്ഥാനമാനങ്ങൾ, പൊതുവെയുള്ളൊരു പീസ് ഓഫ് മൈൻഡൊക്കെ വരേണ്ട ഒരു മാസമായിട്ടാണ് പ്രത്യേകിച്ച് കാണുന്നത്. വിദ്യാഭ്യാസപരമായിട്ട് നല്ലൊരു അഭിവൃദ്ധി കാണുന്നു. പഠിതാക്കൾക്ക് നല്ല സമയമാണ്. മാർക്കൊക്കെ സ്കോർ ചെയ്യാൻ പറ്റുന്ന സമയമാണ്. പുതിയ പഠനങ്ങൾ ഉണ്ടാവുമെന്ന് പറയുന്നുണ്ട്. ഏതെങ്കിലും കാര്യങ്ങളായിട്ട് ബന്ധപ്പെട്ട് ട്രെയിനിങ് ആവാം, അല്ലെങ്കിൽ പുതിയ എന്തെങ്കിലും സബ്ജക്റ്റുകൾ പഠിക്കാനുള്ള കോഴ്സ് ചേർന്ന് പഠിക്കാനുള്ള സാഹചര്യങ്ങളോ ഉപരിപഠനങ്ങളൊക്കെ ശ്രമിക്കുന്നവർക്കൊരു നല്ല സമയമായിട്ടും പ്രത്യേകിച്ച് സൂചിപ്പിക്കുന്നു. അതുപോലെ അധികാരികളുമായിട്ടുള്ള ഒരു അതൃപ്തി തുടർന്ന് കൊണ്ടിരിക്കും. അതുകൊണ്ട് അത് നമ്മളൊരു കൺവീൻസ് ചെയ്തുകൊണ്ട് മുന്നോട്ട് പോകണം. അവിടെ ഒരു കംപ്ലീഷൻ ഉണ്ടാവില്ല എന്ന് പ്രത്യേകിച്ച് സൂചിപ്പിക്കുന്നുണ്ട്. പ്രത്യേകിച്ച് വരുന്ന ശനിമാറ്റത്തോടു കൂടി പല പ്രശ്നങ്ങളും നമ്മുടെ ജീവിതത്തിൽ ഒഴിയും. അതിന് ഡീറ്റെയിൽ നമുക്ക് വർഷഫലം എന്നുള്ള വീഡിയോ നമ്മൾ ചെയ്തിട്ടുള്ളത് കാണുക. കർമ്മപരമായിട്ട് കാര്യങ്ങൾ എന്തൊക്കെ നമുക്ക് വിശദമായിട്ട് വരുന്നുണ്ട്. മറ്റ് വീഡിയോസും വൈകാതെ കാണാം. അതുപോലെ കുറച്ച് കാലങ്ങളായിട്ടുള്ള മനസ്സിൽ നമ്മൾ കൊണ്ടു നടന്ന ചില അഭിലാഷങ്ങളൊക്കെ നടക്കാൻ സാധ്യത കാണുന്നു. കാര്യസാധ്യങ്ങളും അതുപോലെ തന്നെ പലതരത്തിലുള്ള സപ്പോർട്ടുകളും അതുപോലെ വ്യക്തിബന്ധങ്ങളും പുതിയ സംരംഭങ്ങളും അർഹിക്കുന്ന സ്ഥാനമാനങ്ങളും പ്രൊമോഷനും ദൂരദേശ യാത്രകളും തീർത്ഥാടനങ്ങളും ഒക്കെ ഈ മാസം ഉണ്ടാവാൻ സാധ്യത പ്രത്യേകിച്ച് കാണുന്നു. കുടുംബത്തിൽ ഉള്ള അശാന്തി ഒന്ന് മാറിക്കിട്ടും. ക്രമേണ ഒരു മനസമാധാനം കുടുംബകാര്യങ്ങളിലും വരും. കുടുംബക്കാരുടെ ആ ഒരു സപ്പോർട്ടില്ലായ്മയും അതുപോലെ തന്നെ കാര്യങ്ങൾക്കൊരു നീക്കുപോക്കളില്ലായ്മയും തീരുമാനങ്ങൾ കൈക്കൊള്ളാൻ പറ്റാത്ത സ്ഥിതിവിശേഷങ്ങളും കാര്യങ്ങൾ കൺവീൻസ് ചെയ്ത് മുന്നോട്ട് പോകാൻ പറ്റാത്തതായിട്ടുള്ള വിശേഷങ്ങളൊക്കെ ഒന്ന് മാറി, അതിലൊരു അശാന്തിയൊക്കെ ഒന്ന് മാറി എല്ലാം ഒന്ന് കൺവീനിയൻ്റ് ആയിട്ട് മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കുമെന്ന് സൂചിപ്പിക്കുന്നു. സുഖഭോഗങ്ങളൊക്കെ വർദ്ധിക്കും. പ്രത്യേകിച്ച് പിതൃ സ്വത്തൊക്കെ ലഭിക്കാനുള്ള സാധ്യത പ്രത്യേകിച്ച് കാണുന്നു. അതുപോലെ മനസ്സുഖം, ദേഹസുഖം ഇതൊക്കെ നമുക്ക് ഉണ്ടാവും. ആരോഗ്യം വീണ്ടെടുക്കും എന്ന് പ്രത്യേകിച്ച് കാണുന്നുണ്ട്. ചില കുതിര സംബന്ധിക്കുന്നതായിട്ട് പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. അതൊക്കെ മാറിക്കിട്ടും. ശുരൂവ്യാധികൾ, ഉറക്കക്കുറവുകൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് നമ്മൾ പരിഹരിക്കേണ്ടതുണ്ട്. ബന്ധുജനങ്ങളെ കൊണ്ടുള്ള ഗുണങ്ങൾ ഈ മാസം പ്രതീക്ഷിക്കാം. അതുപോലെ ഏറ്റവും നല്ലൊരു പ്രതാപകാലമായിട്ടാണ് നമുക്ക് വരാനിരിക്കുന്നത്. പൊതുവെ ദാമ്പത്യ സൗഖ്യങ്ങളുണ്ടാവും. വിവാഹമംഗളകർമ്മസിദ്ധി, ശുഭമംഗളകർമ്മപ്രാപ്തി, അതുപോലെ തന്നെ എന്തെങ്കിലും പ്രോപ്പർട്ടികൾ ഗൃഹം വാങ്ങിക്കാനോ അതുപോലെ തന്നെ സ്ഥലം വാങ്ങിക്കാനോ നിലവിലുള്ളതായിട്ടുള്ള ഗൃഹങ്ങളൊക്കെ മാറ്റി പുതിയ നിർമ്മാണ പ്രവർത്തനങ്ങൾ നടത്താനോ ഒക്കെ പറ്റിയിട്ടുള്ള സമയങ്ങളാണ് വരാനിരിക്കുന്നത്. തീർച്ചയായിട്ടും അത് റിലേറ്റഡ് ആയിട്ടുള്ള പല കാര്യങ്ങളും നമ്മൾ പ്ലാൻ ചെയ്യുന്നത് നന്നായിരിക്കും. കടബാധ്യതകൾ ഒഴിയുന്നു കാണുന്നുണ്ട്. നിലവിലുള്ളതായിട്ട് എന്തെങ്കിലും ഡോക്യുമെൻറ്റ്സോ കാര്യങ്ങളൊക്കെ തിരിച്ചെടുക്കാനും അത് നമുക്ക് ഉപകാരപ്പെടുന്ന രീതിയിൽ മാറ്റിയെടുക്കാനും സാധിക്കും എന്ന് പ്രത്യേകിച്ച് കാണുന്നു. അതുപോലെ തന്നെ കലാരംഗത്ത് നല്ല വിജയം കൈവരിക്കാൻ പറ്റുന്ന ഒരു മാസമാണ്. അലച്ചിലുകളൊക്കെ ഒഴിഞ്ഞു കിട്ടും. പക്ഷെ അപകീർത്തി കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കേണ്ടതുണ്ട്. വാദപ്രതിവാദങ്ങളിലും വിവാദങ്ങളിലും ഒക്കെ വിജയം കൈവരിക്കാനൊക്കെ സാധിക്കും. അതുപോലെ തന്നെ നല്ല തീരുമാനങ്ങൾ കൈക്കൊള്ളാനെ കൊണ്ട് സാധിക്കും. ചില കൂട്ടുകെട്ടുകൾ നമ്മളെ വഴിതെറ്റിക്കും എന്ന് പ്രത്യേകിച്ച് കാണുന്നുണ്ട്. അത്തരം സന്ദർഭങ്ങളിൽ നിന്ന് മാറി നിൽക്കുന്നത് നന്നായിരിക്കും. എല്ലാം ഒന്ന് റിയലൈസ് ചെയ്യാനുള്ളതായിട്ടുള്ള ഒരു മനസ്സ് നമ്മൾ ഉണ്ടാക്കിയെടുക്കണം. നമ്മളെ ചുറ്റിപ്പറ്റിയുള്ളതായിട്ടുള്ള എന്തൊക്കെയാണ് പോസിറ്റീവ് നെഗറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങളെന്ന് നമ്മൾ തിരിച്ചറിഞ്ഞ് മുന്നോട്ട് പോകണം. അതുപോലെ തന്നെ ബന്ധുജനങ്ങളെ കൊണ്ട് അല്പം വിഷമതകൾ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. ബന്ധുക്കൾക്ക് എന്തെങ്കിലും ദോഷങ്ങൾ സംഭവിക്കാൻ സാധ്യത ഈ മാസം കാണുന്നുണ്ട്. അതുപോലെ തന്നെ കൂടുതൽ നമ്മൾ ഓവർ തിങ്കിങ് ഒക്കെ ഒഴിവാക്കി പ്രസൻറ്റിൽ നമ്മുടെ മനസ്സ് കൊണ്ടുവരികയും കൂടുതൽ ഈ പറഞ്ഞ ധ്യാനങ്ങളും മെഡിറ്റേഷൻ മുതലായിട്ട് കാര്യങ്ങളും ആരോഗ്യപരിപാലനവും കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചു കൊണ്ട് മുന്നോട്ട് പോകുന്നത് കുറേ ദോഷങ്ങളെ കുറയ്ക്കാനെ കൊണ്ട് സഹായിക്കും എന്ന് സൂചിപ്പിക്കുന്നു. ചിലർക്ക് ക്രയവിക്രയങ്ങളെ നടക്കാൻ സാധ്യത കാണുന്നുണ്ട്. ഭൂമി മുതലായിട്ട് കാര്യങ്ങളൊക്കെ ക്രയവിക്രയങ്ങളൊക്കെ നടക്കുക, ബിസിനസ് രംഗത്ത് അഭിവൃദ്ധി ഉണ്ടാവുക, പുതിയ പ്രവൃത്തികളൊക്കെ പ്ലാൻ ചെയ്യുക, നഷ്ടപ്പെട്ടതൊക്കെ നമുക്ക് തിരിച്ചെടുക്കാനുള്ള പല നടപടിക്രമങ്ങളും നമ്മൾ സ്വീകരിക്കുക. അത്തരം ഒരുപാട് മാറ്റങ്ങളുള്ള ഒരു സമയമായിട്ടാണ് ഈ മാസം സൂചിപ്പിക്കുന്നത്. എന്നാൽ അവരവരുടെ ജാതകങ്ങളൊക്കെ പരിശോധിക്കുക, വേണ്ട തീരുമാനങ്ങൾ കൈക്കൊള്ളുക. എങ്കിലും നമുക്കൊരു 80% ഗുണകരമായിട്ടുള്ള ഒരു മാസമായിട്ടാണ് ഇടവൻ രാശിക്കാർക്ക് ഈ ഒരു മാസം കടന്നു പോകുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും നല്ലവണ്ണം പ്രാർത്ഥിക്കുക, ശനിദോഷ പരിഹാരങ്ങളൊക്കെ ചെയ്യുക. അടുത്ത സമയത്ത് വരുന്ന ശനിമാറ്റത്തെക്കുറിച്ച് നമുക്ക് വീഡിയോ കാണാം. വർഷഫലം കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്തു വരുന്നുണ്ട്. അതെല്ലാം വൃത്തിയായിട്ട് നമ്മൾ കണ്ട് മനസ്സിലാക്കുക, അഭിപ്രായങ്ങളൊക്കെ അറിയിക്കുക. അപ്പോൾ ഇത്തരം വിഷയങ്ങളൊക്കെയാണ് ഇടവം രാശിക്കാർക്ക് ഈ മാർച്ച് മാസത്തിൽ വരുന്നതായിട്ടുള്ള ഫലങ്ങൾ. മകീരത്തിൻ്റെ 2ാം പകുതിയും തിരുവാതിരയും പുണർത്തിന് 3/4 ഭാഗവും അടങ്ങുന്ന മിഥുനം രാശിക്കാർക്ക് ഈ 2025 മാർച്ച് മാസത്തിൽ എന്തൊക്കെയാണ് ഗുണദോഷങ്ങളെന്ന് പരിശോധിക്കുമ്പോൾ പെട്ടെന്നുള്ള ആപദ്ഘട്ടങ്ങൾ തരണം ചെയ്യും എന്നാണ് പറയുന്നത്. ഇപ്പോൾ യാത്രകളോ മറ്റ് സാഹസ പ്രവർത്തിക്ക് നിൽക്കുന്നതായിട്ടുള്ള കാര്യങ്ങളൊക്കെ അല്പം ഒന്ന് ശ്രദ്ധിക്കേണ്ടതുണ്ട്. ആരോഗ്യകാര്യത്തിൽ വളരെയധികം ശ്രദ്ധ ഈ മാസം വേണം എന്ന് പ്രത്യേകിച്ച് കാണുന്നു.
ശരീരത്തിൻ്റെ ക്ഷീണം, വയ്യായ ഇതൊക്കെ വരാം. ചില കുക്ഷി കണ്ണിന് അസുഖങ്ങൾ, ഉദരവ്യാധി, ശുരുവ്യാധികൾ, പെട്ടെന്നുള്ള ക്ഷീണം, തളർച്ച മുതലായിട്ട് കാര്യങ്ങളൊക്കെ വരാനുള്ള സാധ്യത പ്രത്യേകിച്ച് പറയുന്നു. അപ്പോൾ ഇതിലേക്ക് എന്തെങ്കിലും സർജറി കാര്യങ്ങളൊക്കെ വരാനോ ഒക്കെ സാധ്യത പ്രത്യേകിച്ച് പറയുന്നുണ്ട്. വളരെയധികം ശ്രദ്ധിക്കേണ്ടതുണ്ട്. അവരുടെ ജാതകം കൂടിയൊക്കെ ഒന്ന് പരിശോധിക്കുക. അതുപോലെ തന്നെ ഈ ശുഭകാര്യങ്ങൾക്കൊരു ഭംഗം, അപ്പോൾ എന്തെങ്കിലും ഒരു നിശ്ചയിച്ചുറപ്പിച്ച ചില കാര്യങ്ങൾക്ക് എന്തെങ്കിലും തടസ്സങ്ങൾ നേരിടാനുള്ള സാധ്യത ഈ മാസമുണ്ട്. അപ്പോൾ തീരുമാനങ്ങൾ കൈക്കൊള്ളുമ്പോൾ വളരെയധികം ശ്രദ്ധിച്ച് ആലോചന നടത്തി വേണം തീരുമാനം കൈക്കൊള്ളാൻ. അതുപോലെ തന്നെ ചില കാര്യങ്ങൾ, ഏർപ്പെടുന്ന കാര്യങ്ങളിൽ അശാന്ത പരിശ്രമങ്ങൾ വേണ്ടി വരുമെന്നാണ് കാണുന്നത്. അത് നല്ലവണ്ണം പരിശ്രമിച്ചാൽ മാത്രമാണ് ഓരോ കാര്യങ്ങൾ ഈ മാസം നമുക്ക് കൈകൂടി വരിക എന്ന് കാണുന്നുണ്ട്. എങ്കിൽ ഈ മാസാവസാനത്തോടുകൂടി പല മാറ്റങ്ങളും നമുക്ക് വരാൻ സാധ്യതയുള്ളത് കൊണ്ട് തീർച്ചയായിട്ടും നല്ലവണ്ണം ഭഗവത് പ്രീതിയൊക്കെ വരുത്തി പ്രാർത്ഥനകളൊക്കെ ചെയ്ത് മുന്നോട്ട് പോകുന്ന വർഷം തടസ്സങ്ങളെ നമുക്ക് മറികടക്കാൻ സാധിക്കും എന്ന് സൂചിപ്പിക്കുന്നു. എങ്കിലും പലതരത്തിലുള്ള സുഖഭോഗങ്ങളൊക്കെ വർദ്ധിക്കും. ശത്രുക്കളുടെ ഒരു ഭയം മനസ്സിനെ അലട്ടിക്കൊണ്ടിരിക്കും. ആരെങ്കിലുമൊക്കെ നമുക്ക് ശത്രുതാപരമായിട്ട് പെരുമാറുന്നതോ അതല്ലെങ്കിൽ ഇപ്പോൾ നേരിട്ടല്ലാതെ കണ്ട് പ്രവൃത്തി മണ്ഡലത്തിലൊക്കെ മറഞ്ഞുകൊണ്ട് പ്രവർത്തിച്ച് നമുക്ക് പരാജയപ്പെടുത്താനുള്ളതായിട്ട് ശ്രമങ്ങളൊക്കെ നമുക്ക് മുമ്പിൽ വരാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് അത്തരം സന്ദർഭങ്ങളിൽ നമുക്ക് മനസമാധാനം ഉണ്ടാക്കിയെടുക്കണം. ആ സമയത്ത് നമ്മൾ ശ്രദ്ധയും കരുതലോടുകൂടി ഇരിക്കണം എന്ന് പ്രത്യേകിച്ച് പറയുന്നു. പ്രത്യേകിച്ച് കർമ്മമേഖല, സാമ്പത്തിക ഇടപാടുകൾ, യാത്രകൾ മുതലായിട്ടുള്ള കാര്യങ്ങളിലൊക്കെ നമ്മൾ വളരെയധികം സസൂക്ഷ്മം ശ്രദ്ധ വേണം എന്ന് പ്രത്യേകിച്ച് കാണുന്നുണ്ട്. അതുപോലെ തന്നെ സ്ത്രീസുഖങ്ങളൊക്കെ വർദ്ധിക്കും എന്നാണ്. ദാമ്പത്യ സൗഖ്യമുണ്ടാവും. ചിലർക്ക് സ്ഥാനമാറ്റങ്ങൾ വരാൻ സാധ്യതയുണ്ട്. ഗൃഹം മാറ്റമാവാം, അല്ലെങ്കിൽ കർമ്മരംഗത്ത് ചെറിയ സ്ഥാനമാനങ്ങൾ, ട്രാൻസ്ഫറൊക്കെ വരാനുള്ള മാസമായിട്ട് പ്രത്യേകിച്ച് കാണുന്നു. ചിലർക്ക് വല്ല ഡെപ്യൂട്ടേഷൻ്റെ ഭാഗമായിട്ട് ദൂരസ്ഥലങ്ങളിലേക്ക് പോവേണ്ടതായിട്ട് സാഹചര്യങ്ങൾ വരാം. ചിലർക്ക് ലീവ് എടുത്ത് ദൂരയാത്രകളൊക്കെ നിശ്ചയിക്കുന്നൊരു സാഹചര്യം ഈ മാസം ഉണ്ടാവും. തീർത്ഥാടനങ്ങളോ ടൂർ പ്രോഗ്രാമൊക്കെ ആവാം ഈ സമയത്ത്. അതുപോലെ തന്നെ ദൈവാനുഗ്രഹത്തിനായിക്കൊണ്ടുള്ള എല്ലാ കാര്യങ്ങളും നമുക്ക് ചെയ്ത് മുന്നോട്ട് പോകണം. ആത്മീയ കാര്യങ്ങൾ കൂടുതൽ ശ്രദ്ധ പതിപ്പിക്കേണ്ട സമയങ്ങളാണ് വരാനുള്ളത്. തീർച്ചയായിട്ടും എല്ലാവരും സ്പിരിച്വലായിട്ട് കണക്റ്റ് ആവാൻ ശ്രമിക്കുക. ദൈവാനുഗ്രഹം ഉണ്ടാക്കിയെടുക്കുക. വ്യാഴാഴ്ച വ്രതങ്ങളും മറ്റു കാര്യങ്ങളൊക്കെ എടുക്കണം. തടസ്സവൃത്തി ഗണേശപ്രീതി നല്ലവണ്ണം വരുത്തണം. കുടുംബപരദേവതയെ ആരാധിക്കണം. പിതൃസങ്കല്പങ്ങളെ നല്ലവണ്ണം പ്രാർത്ഥിക്കണം. അങ്ങനെയൊക്കെ ചെയ്ത് ദോഷകാഠിന്യം കുറച്ച് അവരവരുടെ ജാതകങ്ങളൊക്കെ പരിശോധിച്ച് സമയാസന്ദർഭങ്ങൾക്കനുസരിച്ച് മുന്നോട്ട് പോവുക. അനാവശ്യമായിട്ടുള്ള കലഹങ്ങളും മറ്റുമൊക്കെ ഒഴിവാക്കണം. മാനഹാനികൾ വരാതെ പ്രത്യേകം ശ്രദ്ധിക്കണം. ആത്മഗ്ലാനി സംഭവിക്കാൻ പ്രത്യേകം സാധ്യത കാണുന്നുണ്ട്. അത് ശ്രദ്ധിക്കുക. കർമ്മരംഗത്ത് പല ഉയർച്ച താഴ്ചകൾ വരേണ്ട സമയങ്ങളായതുകൊണ്ട് അത്തരം സന്ദർഭങ്ങളിൽ നമ്മൾ ശ്രദ്ധയും കരുതലും വേണം എന്ന് പ്രത്യേകിച്ച് സൂചിപ്പിക്കുന്നു. പലതരത്തിലുള്ള വേരിയേഷൻ കടന്നു പോകാൻ സാധ്യതയുള്ള മാസങ്ങളായിട്ടാണ് പ്രത്യേകിച്ച് പറയുന്നത്. മറ്റുള്ളവരുടെ ദൃഷ്ടി ദോഷങ്ങളൊക്കെ സംഭവിക്കാൻ സാധ്യതയുണ്ടെന്നാണ് പറയുന്നത്. അപ്പോൾ അതൊക്കെ നമ്മൾ പ്രാർത്ഥിച്ച് മാറ്റാൻ ശ്രമിക്കുക. ധനനഷ്ടങ്ങൾ വരാതെ പ്രത്യേകം ശ്രദ്ധിക്കണം. മറ്റെന്തെങ്കിലും കാര്യങ്ങളിലേക്ക് കൂടുതൽ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്തുകൊണ്ട് അത് പിന്നെ നമുക്കൊരു ഗുണകരമല്ലാത്ത രീതിയിൽ ചിലത് നിൽക്കും. ചിലത് നമ്മളൊരു ഇൻവെസ്റ്റ്മെൻ്റായിട്ട് കണക്കാക്കി അതങ്ങനെ ഒരു ദീർഘകാലത്തുള്ള ഒരു ഇൻവെസ്റ്റ്മെൻ്റായിട്ട് കണക്കാക്കി എന്തെങ്കിലും പ്രോപ്പർട്ടി വാങ്ങിക്കലോ അതിനായിക്കൊണ്ട് കുറച്ച് ധനം വിനിയോഗിക്കുന്ന സാഹചര്യങ്ങളും ഉണ്ടാവാം. പക്ഷേ പാർട്ട്ണർഷിപ്പ് സംരംഭങ്ങൾ അത്രയ്ക്ക് അങ്ങോട്ട് ശുഭകരമായിട്ട് വരില്ല. അതിലേക്ക് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ വളരെയധികം സൂക്ഷിക്കണം. പ്രത്യേകിച്ച് മ്യൂച്വൽ ഫണ്ട്സ് ഇങ്ങനെയുള്ള കാര്യങ്ങളിലൊക്കെ നിക്ഷേപിക്കുന്നത് വരും കാലത്ത് വളരെയധികം ശ്രദ്ധിക്കണം എന്ന് പ്രത്യേകിച്ച് പറയുന്നുണ്ട്. ഊഹക്കച്ചവടങ്ങളൊക്കെ മാറി നിൽക്കണം. ഷെയർ മാർക്കറ്റ് കാര്യങ്ങളിലൊക്കെ നഷ്ടങ്ങളോ പരാജയങ്ങളോ വരാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് ബിസിനസ് ചെയ്യുന്നവർ വളരെയധികം ശ്രദ്ധ കരുതലും വേണം എന്ന് പ്രത്യേകിച്ച് പറയുന്നു. അപ്പോൾ എല്ലാത്തിനൊരു ധർമ്മകാര്യ പ്രവർത്തനങ്ങൾ ചെയ്യുക, ചാരിറ്റികൾ ചെയ്യുക. അതുപോലെ തന്നെ ക്ഷേത്ര ദർശനങ്ങളും വഴിപാടൊക്കെ ചെയ്യണം. നല്ലവണ്ണം ഭഗവത് പ്രീതി വരുത്തി മുന്നോട്ട് പോകണം. വൈകാതെ നമുക്ക് ശനിദോഷം എന്നുള്ള വീഡിയോയിൽ കൂടുതൽ വിശദാംശങ്ങൾ ഉൾപ്പെടുത്താൻ ശ്രമിക്കുന്നുണ്ട്. അത് കണ്ട് മനസ്സിലാക്കുക. പ്രാർത്ഥിച്ച് ദോഷപരിഹാരങ്ങളൊക്കെ ചെയ്ത് മുന്നോട്ട് പോകാനായി കൊണ്ട് ശ്രമിക്കുക. അപ്പോൾ ഇത്തരം കാര്യങ്ങളൊക്കെയാണ് ഈ മാസം നമുക്ക് വരുന്ന ഫലങ്ങൾ. ഉടർതൻ്റെ കാൽഭാഗവും പൂയും ആയില്യവും അടങ്ങുന്ന കർക്കിടകൻ രാശിക്കാർക്ക് ഈ 2025 മാർച്ച് മാസത്തിലുണ്ടാകുന്ന ഗുണദോഷങ്ങളിലേക്ക് നമ്മൾ പരിശോധിക്കുമ്പോൾ പലതരത്തിലുള്ള ദേഹപീഡകൾ ഉണ്ടാവാമെന്നാണ്. ആരോഗ്യം ശ്രദ്ധിക്കണം. പെട്ടെന്നൊരു ക്ഷീണം തളർച്ച വയ്യായ്ക്ക് വരാനുള്ള സാധ്യത കൂടുതലാണ്. അതുപോലെ കുടുംബത്തിലോ പുറത്തോ സ്ത്രീജനങ്ങളുമായിട്ടും വാദപ്രതിവാദങ്ങൾ വരാതെ പ്രത്യേകം ശ്രദ്ധിക്കുക. കലഹങ്ങൾക്ക് സാധ്യത പ്രത്യേകിച്ച് പറയുന്നുണ്ട്. അത് ശ്രദ്ധിക്കണം. ക്ഷമയോടുകൂടി മുന്നോട്ട് പോകാൻ പറയുന്നു. ആരോഗ്യകാര്യത്തിൽ കൂടുതൽ ശ്രദ്ധ വേണം. സമയത്തിന് ഭക്ഷണം, വ്യായാമം, വിശ്രമം മുതലായിട്ട് കാര്യങ്ങൾ ഉറപ്പുവരുത്തുക. അതുപോലെ തന്നെ മേലധികാരികളുമായിട്ട് എല്ലാ കാര്യങ്ങളും ചർച്ച ചെയ്ത് കാര്യങ്ങൾ തീരുമാനിക്കുന്ന നന്നായിരിക്കും സൂചിപ്പിക്കുന്നു. വലിയ സാഹസ പ്രവൃത്തികൾ നിൽക്കരുത്. വലിയ ഭാരങ്ങൾ ചുമക്കാൻ നമ്മൾ നിൽക്കരുത്. പ്രത്യേകം കർമ്മമേഖലയിൽ അത്തരം കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഇപ്പം ശ്രദ്ധിക്കണം. അത് മുഖാന്തരം നമുക്ക് ചിലപ്പോൾ കാര്യങ്ങൾ നിർവഹിക്കാൻ പറ്റാത്ത സ്ഥിതിവിശേഷം വരുന്നത് കൊണ്ട് ഈ പറഞ്ഞ അമേരുദ്യോഗസ്ഥരുമായിട്ട് എന്തെങ്കിലുമൊക്കെ മനക്ലേശങ്ങൾ കടന്നു പോകാം. ശ്രദ്ധിക്കുക. ദൂരദേശയാത്രകളൊക്കെ ഫലം ചെയ്യും. വിദേശയാത്രകൾ അതൊക്കെ വളരെയധികം ഫലം ചെയ്യും എന്നാണ് കാണുന്നത്. വിദേശത്തിരിക്കുന്നവർക്ക് തീർച്ചയായിട്ടും ഈ ഒരു മാസം നല്ല മാസം തന്നെയാണ്. ധനനഷ്ടങ്ങൾ ഒഴിവാക്കേണ്ടതുണ്ട്. പല കാര്യങ്ങളും ഇൻവെസ്റ്റ്മെൻറ്റോ കാര്യങ്ങളോ ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ അത്തരം സന്ദർഭങ്ങളൊന്നും ഒഴിഞ്ഞു നിൽക്കണം. ചെറിയ അപകടങ്ങൾക്ക് സാധ്യത പറയുന്നു. അതുകൊണ്ട് യാത്രാ കാര്യങ്ങളും
സാഹസ പ്രവർത്തിക്ക് നിൽക്കുന്നതുമായിട്ടുള്ള കാര്യങ്ങളൊക്കെ അല്പം ശ്രദ്ധിക്കുക. സ്റ്റെപ്പൊക്കെ കയറി ഇറങ്ങുന്നതും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഇരിക്കുമ്പോൾ നടക്കുമ്പോഴൊക്കെ ഇത്തിരി ശ്രദ്ധ വേണമെന്ന് പ്രത്യേകിച്ച് പറയുന്നുണ്ട്. പ്രതീക്ഷിക്കാത്ത ചില ചിലവുകളും ഈ മാസം വന്നുകൂടാം. അതുപോലെ തന്നെ ചിലർക്ക് എന്തെങ്കിലും തലവേദന, തലചുറ്റൽ പോലുള്ളതായിട്ട് പ്രശ്നങ്ങൾ, കണ്ണിന് ദീനം, വയറ്റിന് എന്തെങ്കിലും പെട്ടെന്നുള്ള അസുഖങ്ങൾ കടന്നു പോവുക, ഉഷ്ണരോഗങ്ങൾ വർദ്ധിക്കുക, ഉറക്കക്കുറവുകൾ വരിക, ഇത്തരം കാര്യങ്ങളൊക്കെ വളരെയധികം ശ്രദ്ധിക്കണം എന്ന് പ്രത്യേകിച്ച് പറയുന്നു. ചിലർക്ക് ചെറിയ ക്ഷതങ്ങളാവാം, ഇതൊക്കെ വരാനുള്ള സാധ്യത പ്രത്യേകിച്ച് പറയുന്നുണ്ട്. അതൊക്കെ ഇപ്പം ശ്രദ്ധിക്കേണ്ടതുണ്ട്. അതുപോലെ കുടുംബജനങ്ങളുമായിട്ട് അല്പം ഒന്ന് വിട്ടിരിക്കേണ്ട സാഹചര്യങ്ങൾ കാണുന്നു. ചിലർക്ക് ദൂരയാത്രകളാവാം, അതല്ലെങ്കിൽ തീർത്ഥാടനം മറ്റു കാര്യങ്ങളാവാം, അല്ലെങ്കിൽ ജോലിപരമായിട്ട് കാര്യങ്ങൾക്ക് അല്പം ദൂരദേശ യാത്രകൾ ഈ സമയത്ത് വരുന്നത് കൊണ്ട് കുടുംബവുമായിട്ട് അല്പം ഒന്ന് മാറി നിൽക്കേണ്ട സാഹചര്യം കാണുന്നുണ്ട്. പുതിയ കർമ്മവുമായിട്ട് ബന്ധപ്പെട്ട് പുതിയ പ്രവൃത്തികളൊക്കെ ചെയ്യാൻ ആഗ്രഹിക്കുന്നവർക്ക് ഒരു നല്ല സമയമാണ് വരാൻ പോകുന്നത്. കർമ്മരംഗത്ത് തീർച്ചയായിട്ടും നല്ല അഭിവൃദ്ധിയും ഐശ്വര്യങ്ങളും നമുക്ക് ഉണ്ടാവും എന്ന് പ്രത്യേകിച്ച് സൂചിപ്പിക്കുന്നു. പല മേഖലയും നമുക്ക് സാമ്പത്തിക ലാഭങ്ങൾ കാണുന്നുണ്ട്. അതുപോലെ തന്നെ പിതാവിന് സൗഖ്യമുണ്ടാവും. നേരത്തെ എന്തെങ്കിലും അച്ഛൻ്റെ ഭാഗത്ത് എന്തെങ്കിലുമൊക്കെ ദോഷങ്ങളോ അല്ലെങ്കിൽ അച്ഛൻ എന്തെങ്കിലുമൊക്കെ ദോഷങ്ങളൊക്കെ കടന്നു പോയിട്ടുണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് മാറിക്കിട്ടും എന്ന് കാണുന്നു. ബന്ധുജനങ്ങളൊക്കെ അങ്ങനെയുള്ള സപ്പോർട്ടുകൾ നമുക്ക് ഉണ്ടാവും. പ്രത്യേകിച്ച് ഇപ്പോൾ ഒരു ശനിയുടെ ഒരു മാറ്റം നമുക്കിട സമയത്ത് വരുന്നുണ്ടല്ലോ. അഷ്ടമശനിയൊക്കെ തീരാൻ പോവുകയാണ്. അപ്പോൾ ഒരുപാട് മാറ്റങ്ങൾ നമ്മുടെ ലൈഫിലേക്ക് വരികയാണ്. അപ്പോൾ അതിനെക്കുറിച്ച് വർഷവനം എന്നുള്ള വീഡിയോയിൽ കൂടുതൽ നമ്മൾ ചെയ്തു വരുന്നുണ്ട്. അതൊക്കെ ഒന്ന് കണ്ട് മനസ്സിലാക്കുക. പിന്നെ പ്രവൃത്തികളിലൊക്കെ വിജയം കൈവരിക്കാൻ സാധിക്കും. സ്വജനങ്ങളുടെ സപ്പോർട്ടുകളൊക്കെ നമുക്ക് കിട്ടും. ബന്ധുജനങ്ങളുടെ സപ്പോർട്ടുകൾ കിട്ടും. ചില വ്യക്തികളുടെ നിർദ്ദേശങ്ങൾ നമ്മൾ സ്വീകരിച്ച് മുന്നോട്ട് പോകുന്നത് നന്നായിരിക്കും. അതുപോലെ ഒരു സമ്മിശ്ര കാലമായിട്ടാണ് ഈ സമയം പറയുന്നത്. എങ്കിലും വരുന്ന കാലത്ത് ഒരുപാട് നമുക്ക് മാറ്റങ്ങൾ വരാൻ സാധ്യതയുള്ള ഒരു സമയമായിട്ട് സൂചിപ്പിക്കുന്നു. എല്ലാത്തിനും നമുക്കൊരു ദൈവാനുഗ്രഹം ഉണ്ട് എന്നുള്ളതാണ് സൂചിപ്പിക്കുന്നത്. ധർമ്മകാര്യ പ്രവർത്തനങ്ങൾ ചെയ്യുക, ധർമ്മദൈവങ്ങളെ നല്ലവണ്ണം ആരാധിക്കുക, ശനിദോഷ പരിഹാരങ്ങൾ ചെയ്തു പോവുക, പറ്റാവുന്ന ചാരിറ്റി കാര്യങ്ങളൊക്കെ ഈ സമയത്ത് നമ്മൾ ചെയ്യുന്നത് വളരെയധികം നല്ലതാണ്. അവരവരുടെ മതാചാരങ്ങൾ പ്രത്യേകം ചെയ്തു പോകാനായി കൊണ്ട് ശ്രദ്ധിക്കുക, ഭഗവത് പ്രീതി വരുത്തുക, ശനിയാഴ്ചകൾക്ക് പ്രാധാന്യം എടുത്തുകൊണ്ട് എന്തെങ്കിലുമൊക്കെ ധർമ്മകാര്യ പ്രവർത്തനങ്ങളൊക്കെ ചെയ്യുന്നതൊക്കെ വളരെയധികം നന്നായിരിക്കും എന്ന് സൂചിപ്പിക്കുന്നു. സാമ്പത്തിക തടസ്സങ്ങൾ മാറാനുള്ള പ്രാർത്ഥനകളും വഴിപാടും കാര്യങ്ങളും ഒക്കെ നമ്മൾ ചെയ്യേണ്ടതുണ്ട്. മഹാവിഷ്ണു വചനം കാര്യങ്ങളും കൂടുതൽ ചെയ്യാനായിക്കൊണ്ട് ശ്രമിക്കുക. അതുപോലെ വാദപ്രതിവാദങ്ങൾ മാക്സിമം എല്ലാവരുടെയും ഒഴിവാക്കാനായിട്ട് പറയുന്നുണ്ട്. കുടുംബജീവിതത്തിലുള്ളതായിട്ട് പ്രതിസന്ധികൾക്ക് ഒരു വിരാമം വരേണ്ട സമയമാണ്. അതൊക്കെ ഒന്ന് പരിഹരിക്കപ്പെടും. അതുപോലെ തന്നെ വിദ്യാഭ്യാസപരമായിട്ട് വളരെയധികം അഭിവൃദ്ധിയുള്ള ഒരു മാസമായിട്ടാണ് പറയുന്നത്. തീർച്ചയായിട്ടും വിദ്യാർത്ഥികൾക്കൊക്കെ നല്ല മാർക്കൊക്കെ സ്കോർ ചെയ്യാൻ പറ്റും. നന്നായിട്ട് എക്സാമും കാര്യങ്ങളൊക്കെ എഴുതാൻ പറ്റുന്ന ഒരു മാസമായിട്ട് പ്രത്യേകിച്ച് കാണുന്നു. ദൂരദേശ യാത്രകളൊക്കെ ഫലം ചെയ്യും. എല്ലാത്തിനും നമുക്കൊരു ദൈവാനുഗ്രഹം, ഗണേശപ്രീതി വരുത്തുക, ഗണപതിക്ക് വഴിപാടുകൾ ചെയ്യുന്നത് നല്ലതാണ്. കർഗമാലമന്ത്രമായിട്ട് കാര്യങ്ങൾ ചെയ്യുക, ശാസ്താപ്രീതിക്കുള്ള കാര്യങ്ങൾ ചെയ്യുക, കുടുംബക്ഷേത്രത്തിൽ പ്രത്യേകം വഴിപാടുകളും കാര്യങ്ങൾ ചെയ്യുക, പിതൃക്കളെ സ്മരിക്കുക, മഹാവിഷ്ണുവചനം കാര്യങ്ങളൊക്കെ ചെയ്ത് മുന്നോട്ട് പോവുക. അപ്പോൾ ഇത്തരം വിഷയങ്ങളൊക്കെയാണ് നമുക്ക് ഈ മാസം കർക്കിടക രാശിക്കാർക്ക് ലഭിക്കുന്നതായിട്ടുള്ള വിവരങ്ങൾ. മകവും പോരും ഉത്രത്തിൻ്റെ കാൽഭാഗവും അടങ്ങുന്ന ചിങ്ങൻ രാശിക്കാർക്ക് ഈ 2025 മാർച്ച് മാസത്തിൽ ഉണ്ടാകുന്ന ഗുണദോഷങ്ങൾ എന്തൊക്കെയാണ് നമ്മളത് പരിശോധിക്കുമ്പോൾ, യാത്രകൾ വേണ്ടി വരുന്ന മാസമായിട്ട് പറയുന്നു. അപ്പോൾ എന്തെങ്കിലും ദൂരദേശ യാത്രകൾക്കൊക്കെ പുറപ്പെടുന്നവർക്ക് അത് തീർച്ചയായിട്ടും നടക്കും. എങ്കിലും ദൂരെ പോകേണ്ടതായിട്ടുള്ള സാഹചര്യം വരും എന്നാണ് കാണുന്നത്. പലതും നമ്മൾ മാറ്റി വെച്ചാലും തീർച്ചയായിട്ടും അത് നമ്മൾ പുറപ്പെടേണ്ടതായിട്ടുള്ള സാഹചര്യങ്ങൾ വരും എന്ന് കാണുന്നു. ആരോഗ്യ കാര്യങ്ങളിലാണ് കൂടുതൽ ശ്രദ്ധ പതിപ്പിക്കേണ്ടത്. അതുപോലെ ദാമ്പത്യ കാര്യങ്ങളിൽ കുറച്ചുകൂടി നമ്മൾ ശ്രദ്ധ പതിപ്പിക്കണം. എന്ത് പ്രശ്നങ്ങളുണ്ടെങ്കിലും പരിഹരിച്ച് മുന്നോട്ട് പോകണം. പലതരത്തിലുള്ള അപവാദങ്ങളോ സഹിക്കേണ്ടതായിട്ട് സ്ഥിതിവിശേഷം കാണുന്നുണ്ട്. അതെല്ലാ പ്രശ്നങ്ങളും നല്ല രീതിയിൽ രമ്യതയിൽ പരിഹരിക്കാനായി കൊണ്ട് ശ്രദ്ധ വേണം. എല്ലാവരുടെയും കോംപ്രമൈസ് ചെയ്യാൻ പറയുന്നു. ഈ സമയത്ത് അല്പം നമുക്ക് ശനിദോഷങ്ങളൊക്കെ എഫക്റ്റ് ചെയ്യുന്നൊരു കാലഘട്ടങ്ങൾ, പ്രത്യേകിച്ച് രാഹുകീതുക്കളിലേക്കൊരു ദോഷം കയറി വരുന്ന സമയങ്ങളും ഒക്കെ ആയതുകൊണ്ടും കുറച്ച് അധികം ദൈവാനുഗ്രഹം നമ്മൾ ഉണ്ടാക്കിയെടുക്കണം. മനോനിയന്ത്രണം ഉണ്ടാക്കിയെടുക്കണം. ക്ഷമാശീലം വർദ്ധിപ്പിക്കണം. ഭഗവത് പ്രീതി വരുത്തണം എന്ന് പ്രത്യേകിച്ച് പറയുന്നുണ്ട്. മനസ്സിലുള്ള അശാന്തിയൊക്കെ ഒന്ന് മാറ്റിയെടുക്കുക. ആരോഗ്യം വളരെയധികം ശ്രദ്ധിക്കുക. വ്യായാമങ്ങൾ ചെയ്യുക. സമയത്തിന് ഭക്ഷണം കാര്യങ്ങളൊക്കെ പല കാര്യങ്ങളും നമ്മൾ പുതുതായിട്ട് തുടങ്ങാനെടുക്കാനൊക്കെ ഒരു പ്ലാന് ഉണ്ടാവും എന്നാണ് കാണുന്നത്. അപ്പോൾ നിലവിലുള്ള സാഹചര്യങ്ങളൊക്കെ മാറി വരുന്ന ഒരു സ്ഥിതിവിശേഷം ഉണ്ടാവും. ജോലിയിൽ മാറ്റങ്ങളാവാം, ജോലി സ്ഥലം മാറുന്നതാവാം, അല്ലെങ്കിൽ നിലവിൽ പ്രവർത്തിച്ചിരുന്നതായിട്ടുള്ള സ്ഥലങ്ങളൊക്കെ മാറി മറ്റേതെങ്കിലും സ്ഥലത്ത് പോയിട്ട് നമ്മൾ സെറ്റിലാവലോ അല്ലെങ്കിൽ ജോലിപരമായിട്ട് കാര്യങ്ങൾക്ക് മാറേണ്ടതായിട്ട് സാഹചര്യങ്ങളോ അതിൻ്റേതായിട്ടുള്ള പ്ലാനുകളൊക്കെ ഈ മാസം ഉണ്ടാവുമെന്ന് പ്രത്യേകിച്ച് കാണുന്നു. എങ്കിലും നമുക്ക് പലതരത്തിലുള്ള നേട്ടങ്ങൾ പറയുന്നുണ്ട്. ബിസിനസ് രംഗത്തൊക്കെ നല്ല അഭിവൃദ്ധികൾ വരാനുള്ള ഒരു മാസമാണ്. ഇപ്പം നിലവിലുള്ളതായിട്ടുള്ള കർമ്മരംഗത്തുള്ള അശാന്തിയൊക്കെ ഒന്ന് മാറിക്കിട്ടും എന്ന് കാണുന്നു. അതുപോലെ തന്നെ ഈ ചില വ്യക്തികൾക്ക് സ്ഥാനഭ്രംശങ്ങൾ പറയുന്നുണ്ട്. ചില അധികാരങ്ങൾ നമ്മൾ തന്നെ അത് വേണ്ടാന്ന് വെക്കുന്ന ചില വിശേഷങ്ങൾ ഉണ്ടാവാം. ചിലപ്പോൾ പല സാഹചര്യങ്ങളെ കൊണ്ടും നമുക്കത് ചെയ്ത് മുന്നോട്ട് പോകാൻ പറ്റാത്ത സാഹചര്യം ആയതുകൊണ്ട് ചില നമ്മൾ ഉപേക്ഷിച്ച് മുന്നോട്ട് പോകുന്നതായിട്ട് സ്ഥിതിവിശേഷങ്ങളുണ്ടാവാം. അതിനെക്കുറിച്ച് നമുക്ക് ദുഃഖങ്ങൾ വരേണ്ടതില്ല. കാരണം വരും കാലത്ത്
നമുക്കതൊക്കെ മാറി പുതിയ രീതിയിൽ അതൊക്കെ നമ്മളെ പിന്നീട് സമീപിക്കും. അപ്പോൾ ഇപ്പോൾ നമുക്കെല്ലാം കൂടി തരണം ചെയ്ത് മുന്നോട്ട് പോകാൻ ബുദ്ധിമുട്ടായതുകൊണ്ട് എല്ലാ കാര്യങ്ങളും നമ്മൾ ചെയ്യുന്നത് നല്ലതല്ല. ഒന്നോ രണ്ടോ കാര്യങ്ങൾ ചെയ്ത് മാത്രം മുന്നോട്ട് പോവുക. ഒരുപാട് റിസ്ക് ഏറ്റെടുക്കുന്നത് നല്ലതല്ല എന്ന് പ്രത്യേകിച്ച് സൂചിപ്പിക്കുന്നു. അതുപോലെ പല ആഗ്രഹങ്ങളും നമുക്ക് പൂർത്തീകരിക്കാനെ കൊണ്ട് സാധിക്കും. പലതരത്തിലുള്ള സാമ്പത്തിക ലാഭങ്ങളും ഈ മാസം പറയുന്നുണ്ട്. സ്ഥാനോന്നതി, കീർത്തി, പദവി മുതലായിട്ട് കാര്യങ്ങളൊക്കെ നമുക്കുണ്ടാവും. ദൂരദേശ യാത്രകൾക്കൊക്കെ ഫലം ചെയ്യും. അതുപോലെ ധനസമൃദ്ധി പറയുന്നു. ഗൃഹവാഹന ലാഭങ്ങൾ ഈ മാസം ഉണ്ടാവുമെന്നാണ്. ദാമ്പത്യ ജീവിതത്തിലുണ്ടാകുന്ന പ്രശ്നങ്ങളൊക്കെ ഒന്ന് മാറി സമാധാന അന്തരീക്ഷത്തിലേക്ക് വരും. അതുപോലെ തന്നെ കണ്ടകശനിയൊക്കെ കഴിഞ്ഞ് അഷ്ടമശനി കാലം വരാൻ നിൽക്കുകയാണ്. അപ്പോൾ അതുകൊണ്ട് ശനിദോഷങ്ങളുടെ വീഡിയോ നമ്മൾ ചെയ്യേണ്ടതിൽ കൂടുതൽ വിശദാംശം ഉൾപ്പെടുത്താനെ കൊണ്ട് ക്ഷമിക്കാം. ശനിദോഷ പരിഹാരങ്ങളൊക്കെ നമ്മൾ ചെയ്തു പോവുക. അതുപോലെ തന്നെ ഈ സാഹസ പ്രവർത്തികൾ നിൽക്കുന്നതോ യാത്ര മുതലായിട്ട് കാര്യങ്ങളൊക്കെ ഇത്തിരി ശ്രദ്ധിക്കേണ്ടതുണ്ട്. അനാവശ്യമായിട്ടുള്ള കലഹങ്ങളും മറ്റും കാര്യങ്ങളൊക്കെ ഒന്ന് ഒഴിവാക്കുന്നത് നന്നായിരിക്കും. സ്വജനങ്ങളുടെ വിയോഗങ്ങൾ ഉണ്ടാവും, അത് മനസ്സിന് ദുഃഖം ഉണ്ടാക്കും എന്ന് പറയുന്നുണ്ട്. ഏത് കാര്യങ്ങളും അതിൻ്റെ നിയമാനുസൃതം കാര്യങ്ങളൊക്കെ ചെയ്ത് മുന്നോട്ട് പോകണം എന്ന് പ്രത്യേകിച്ച് പറയുന്നു. അതുപോലെ ആരോഗ്യകാര്യത്തിൽ പ്രത്യേകം ശ്രദ്ധിക്കണം എന്നുള്ളതൊക്കെയാണ് ഈ മാസം നമുക്ക് ചിങ്ങൻ രാശിക്കാർക്ക് പ്രത്യേകിച്ച് കാണുന്നതായിട്ടുള്ള കാര്യങ്ങൾ. അപ്പോൾ കുറച്ചൊരു ഗുണദോഷ സമ്മിശ്ര കാലമായിട്ടാണ് ഈ മാസം പറയുന്നത്. കൂടുതൽ നമ്മൾ ദേവതാപ്രീതി വരുത്തുക. വരുംകാലത്ത് നമുക്ക് കുറേ മാറ്റങ്ങൾ, ദൈവാനുഗ്രഹങ്ങളൊക്കെ വരുന്നുണ്ട്. ഈ മാസാവസാനത്തോടെ പല മാറ്റങ്ങളും സംഭവിക്കാൻ സാധ്യത പറയുന്നുണ്ട്. അപ്പോൾ അതുവരെ നമ്മൾ വളരെയധികം ശ്രദ്ധയും കരുതലോടുകൂടി മുന്നോട്ട് പോകാനെ കൊണ്ട് ശ്രമിക്കും, നന്നായിരിക്കുമെന്ന് സൂചിപ്പിക്കുന്നു. അധിക ചെലവുകളൊക്കെ നിയന്ത്രിക്കുക, നല്ലവണ്ണം ഭഗവാനെ പ്രാർത്ഥിക്കുക, ശനിദോഷ പരിഹാരങ്ങളൊക്കെ ചെയ്ത് മുന്നോട്ട് പോവുക. അവരവരുടെ ജാതകങ്ങളൊക്കെ ഒന്ന് പരിശോധിച്ച് എല്ലാം ഒന്ന് വിലയിരുത്തി വേണം തീരുമാനങ്ങളൊക്കെ കൈക്കൊള്ളാൻ. അപ്പോൾ ഇത്രയും കാര്യങ്ങളൊക്കെയാണ് ചിങ്ങൻ രാശിക്കാർക്ക് ഈ മാസം ലഭിക്കുന്നതായിട്ടുള്ള വിവരങ്ങൾ. ഉത്തരത്തിൻ്റെ മുക്കാൽ ഭാഗവും അത്തവും ചിത്രയരിയും അടങ്ങുന്ന കന്നിരാശിക്കാർക്ക് ഈ 2025 മാർച്ച് മാസത്തിലുണ്ടാകുന്ന ഗുണദോഷം എന്തൊക്കെ പരിശോധിക്കുമ്പോൾ ആരോഗ്യസ്ഥിതി വീണ്ടെടുക്കും എന്ന് കാണുന്നുണ്ട്. ശത്രുദോഷങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് മാറിക്കിട്ടും. മനസ്സിലുള്ള ദുഃഖങ്ങളും അശാന്തിയും ഒന്ന് മാറിക്കിട്ടും. പലതരത്തിലുള്ള സുഖങ്ങൾ വർദ്ധിക്കും. അനർത്ഥങ്ങൾ വരാതെ നമ്മൾ നോക്കണം. നമ്മുടേതായിട്ട് തീരുമാനങ്ങൾ തന്നെ നമുക്ക് ദോഷകരമായിട്ട് സംഭവിക്കുന്ന ഒരു മാസമാണ് പറയുന്നത്. അപ്പോൾ ആലോചനശൂന്യമായിട്ടുള്ള പ്രവൃത്തികളൊക്കെ അല്പം ശ്രദ്ധിക്കുക. തീരുമാനങ്ങൾ കൈക്കൊള്ളുമ്പോൾ നല്ലവണ്ണം ആലോചിച്ച് തീരുമാനങ്ങൾ എടുക്കുക. ആരോഗ്യ പരിപാലനത്തിന് നല്ല ശ്രദ്ധ വേണം. എങ്കിലും പലതരത്തിലുള്ള സാമ്പത്തിക ലാഭങ്ങൾ പറയുന്നുണ്ട്. അപ്പോൾ നാനാവഴിക്ക് ബിസിനസ് മേഖലയാണെങ്കിലും തൊഴിലാണെങ്കിലും അപ്പോൾ നമുക്ക് വന്നു ചേരേണ്ട സാമ്പത്തിക സ്ഥിതി മാസം ഉണ്ടാവുമെന്ന് കാണുന്നുണ്ട്. അപ്പോൾ അതിൽ കാര്യവിജയങ്ങൾ വരാം. ദൂരദേശ യാത്രകൾ ഫലം ചെയ്യുന്നു കാണുന്നു. വസ്ത്രാഭരണ സിദ്ധി ഈ മാസം പറയുന്നുണ്ട്. ധനപുഷ്ടി ഉണ്ടാവുന്ന കാണുന്നത്. മനസ്സുഖങ്ങൾ വർദ്ധിക്കും. അതുപോലെ തന്നെ നമ്മുടെ കഴിവുകൾ തെളിയിക്കേണ്ട പല സാഹചര്യങ്ങൾ നമ്മുടെ മുമ്പിൽ വരും എന്നുള്ളതാണ്. ഭാഗ്യാവൃത്തികൾ ഈ മാസം പറയുന്നുണ്ട്. ഗുരുജനങ്ങളുടെ സപ്പോർട്ടുകൾ ഈ മാസം ഉണ്ടാവുമെന്ന് കാണുന്നു. അകന്നുപോയ സുഹൃത്തുക്കളും ബന്ധുക്കളൊക്കെ ഒന്ന് കൈകൂടി വരാനുള്ള സാധ്യത പ്രത്യേകിച്ച് പറയുന്നുണ്ട്. ധർമ്മകാര്യങ്ങളൊക്കെ ചെയ്യാനും ചാരിറ്റി മുതലായിട്ട കാര്യങ്ങൾക്ക് ഏർപ്പെടാനും സാധ്യതകൾ പ്രത്യേകിച്ച് കാണുന്നു. നല്ലവണ്ണം ഉപാസന സാധന കാര്യങ്ങൾ കൂടുതൽ ശ്രദ്ധ പതിപ്പിക്കുന്നത് നന്നായിരിക്കും. കുടുംബപരദേവത പിതൃക്കളെയൊക്കെ സ്മരിക്കുന്നതും രാഹുദോഷ പരിഹാരങ്ങളൊക്കെ ചെയ്യുന്നതും നവഗ്രഹപ്രീതി വരുത്തുന്നതും അതുപോലെ തന്നെ ഈ ശനിദോഷ പരിഹാരങ്ങളൊക്കെ വരും കാലത്ത് നമ്മൾ ചെയ്യേണ്ടതുണ്ട്. അതൊക്കെ ശ്രദ്ധിച്ച് മുന്നോട്ട് പോവുക. ഈ നേരത്തെ തൊഴിലുള്ളതായിട്ട് അശാന്തികളൊക്കെ ഒന്ന് മാറിക്കിട്ടാൻ സാധ്യത കാണുന്നു. പുതിയ സംരംഭങ്ങളൊക്കെ തുടങ്ങാൻ സാഹചര്യം, പുതിയ ജോലിക്ക് അപ്ലൈ ചെയ്യേണ്ടതായിട്ട് സാഹചര്യങ്ങൾ, അർഹിക്കുന്ന സ്ഥാനമാനങ്ങൾ, നിലവിൽ സ്ഥാനഭ്രംശം ഉണ്ടായവർക്ക് സ്ഥാനമാനങ്ങളൊക്കെ വന്നു ചേരാൻ അല്ലെങ്കിൽ പുതിയ മേഖലയ്ക്ക് കടക്കാൻ പറ്റുന്ന ഒരു അവസരങ്ങളൊക്കെ നമുക്ക് മുമ്പിൽ വരും. ഇൻ്റർവ്യൂയൊക്കെ പാസ്സാവാൻ സാധ്യത കാണുന്നു. പുതിയ ജോലി പ്രവേശിക്കാനുള്ള സാധ്യത പ്രത്യേകിച്ച് കാണുന്നുണ്ട്. പ്രത്യേകിച്ച് വിദ്യാർത്ഥികൾക്ക് പഠന കാര്യങ്ങളൊക്കെ വളരെയധികം നന്നാവേണ്ട ഒരു മാസമായിട്ടാണ് കാണുന്നത്. ഉന്നത വിദ്യാഭ്യാസം കരസ്ഥമാക്കാനെ കൊണ്ട് സാധിക്കും. പരീക്ഷകളിൽ തീർച്ചയായിട്ടും വിജയം കൈവരിക്കാനെ കൊണ്ട് സാധിക്കും. ഉപരിപഠനങ്ങൾക്ക് ശ്രമിക്കുന്നവർക്ക് ഏറ്റവും നല്ല സമയമാണ്. പെട്ടെന്നുള്ള ചില ഓഫേഴ്സ് നമ്മളെ തേടി വരാൻ സാധ്യത കാണുന്നു. അപ്പോൾ നല്ല ഓഫേഴ്സ് സ്വീകരിക്കുക. ചിലവർക്ക് ദൂരയാത്ര ഒക്കെ വരാൻ സാധ്യതയുണ്ട്. പെട്ടെന്നായിരിക്കും നമ്മുടെ അടുത്തേക്ക് വരിക. അതുകൊണ്ട് അത് നമ്മൾ പ്രിപ്പയർഡ് ആയിക്കൊണ്ടിരിക്കണം എന്ന് പ്രത്യേകിച്ച് പറയുന്നു. എല്ലാ കാര്യവും നല്ലൊരു ഉണർവും ഉന്മേഷവും ഒക്കെ നമുക്ക് പ്രതീക്ഷിക്കാം. ശത്രുക്കളിൽ നിന്ന് വിജയമുണ്ടാവും. അതുപോലെ തന്നെ കടബാധ്യതകൾ മറ്റുമൊക്കെ തീരാനുള്ള സാധ്യതകൾ ഈ മാസം പറയുന്നു. രോഗശാന്തി വരും. ജീവിതത്തിൽ പൊതുവെയുള്ളൊരു പുരോഗതി നമുക്ക് കണ്ടു തുടങ്ങും. ചില ബന്ധുജനങ്ങളുടെ വിയോഗങ്ങൾ മനസ്സിന് ദുഃഖമുണ്ടാക്കും. യാത്രകൾ വേണ്ടിവരുമെന്ന് കാണുന്നു. വിദേശ ജീവിതം വളരെയധികം ഫലപ്രദമായിട്ട് വരും. അതുപോലെ തന്നെ ഭയാശങ്കകളൊക്കെ ഒഴിയും. ഈ മറ്റ് തെറ്റ് ആയിട്ടുള്ള പ്രവൃത്തികളിലേക്ക് കിടക്കാനുള്ള വാസനകളിൽ നിന്നൊക്കെ നമ്മൾ മാറി മനസ്സിനെയൊക്കെ നമ്മൾ പോസിറ്റീവായിട്ട് വയ്ക്കാനുള്ള സാധ്യതകൾ കാണുന്നുണ്ട്. തീർച്ചയായിട്ടും എല്ലാത്തിനും നമുക്കൊരു ഡിവൈൻ സപ്പോർട്ട് ഉണ്ടാവും എന്നാണ് കാണുന്നത്. എല്ലാവരും അവരുടെ ആചാരപരമായിട്ടുള്ള കാര്യങ്ങൾ, മതാചാരപ്രകാരമുള്ള എല്ലാ അനുഷ്ഠാനങ്ങളും ചെയ്യാൻ തയ്യാറാകുക. കാലദോഷ പരിഹാരങ്ങളൊക്കെ ചെയ്യുക. നല്ലവണ്ണം പ്രാർത്ഥിച്ച് മുന്നോട്ട് പോകുന്ന പക്ഷം, അതുപോലെ അവരവരുടെ ജാതകങ്ങളൊക്കെ പരിശോധിച്ച് വേണ്ട കാര്യങ്ങളൊക്കെ തീരുമാനിച്ച് മുന്നോട്ട് പോകുന്ന പക്ഷം ഏറെക്കുറെ നമുക്ക് ദോഷങ്ങൾ തന്നെ ദൈവാനുഗ്രഹം വരും എന്നാണ് നമുക്ക്
ഈ മാസം ലഭിക്കുന്നതായിട്ടുള്ള വിവരങ്ങൾ. ചിത്രയറിയും ചോതിയും വിശാഖത്തിൻ്റെ മുക്കാൽ ഭാഗവും അടങ്ങുന്ന തുലാം രാശിക്കാർക്ക് 2025 മാർച്ച് മാസം ഉണ്ടാകുന്ന ഗുണദോഷങ്ങളത്തേക്ക് എന്ന് പരിശോധിക്കുമ്പോൾ സന്താനങ്ങളെക്കുറിച്ച് ആലോചിച്ചൊരു ക്ലേശം ഉണ്ടാവും. അതുപോലെ തന്നെ ചില മനക്ലേശങ്ങൾ ഉണ്ടാവുമെങ്കിലും അത് നമുക്ക് ദൈവാനുഗ്രഹം കൊണ്ടും പ്രാർത്ഥന കൊണ്ടും മാറ്റിയെടുക്കാനെ കൊണ്ട് സാധിക്കും എന്ന് കാണുന്നു. സാമ്പത്തികപരമായിട്ട് നല്ല ഉയർച്ചയുള്ള ഒരു മാസമാണ്. ചിലർക്ക് ഭാഗ്യനിർഭാഗ്യങ്ങളും കയ്യിലിങ്ങനെ വന്ന് നഷ്ടപ്പെടുന്ന സ്ഥിതിവിശേഷം ഉണ്ടാകും. എന്തെങ്കിലും കാര്യം നമ്മുടെ കയ്യിലേക്ക് വരുന്നതായിട്ട് സങ്കല്പിച്ച് പ്രതീക്ഷിച്ചിരിക്കുന്ന അവസാനം കൊണ്ടത് നീങ്ങിപ്പോകുന്ന സിറ്റുവേഷൻ ഉണ്ടാവും. പക്ഷെ അതല്ല നമ്മുടെ കയ്യിലേക്ക് വരേണ്ടത് പിന്നീട് ഒരു സമയത്തായിരിക്കും നമ്മുടെ കയ്യിൽ വരിക. അതിനേക്കാൾ പൂർവാധികം ഭംഗിയായിട്ട് നമുക്കത് തിരിച്ചു വരും എന്നുള്ള സൂചന തരുന്നുണ്ട്. പിതൃസ്വത്ത് സംബന്ധിക്കുന്ന കാര്യങ്ങളിൽ എന്തെങ്കിലും തർക്കങ്ങളോ കൂട്ടങ്ങളോ ഉണ്ടെങ്കിൽ അത് പരിഹരിക്കപ്പെടാനുള്ള തീരുമാനങ്ങൾ കൈക്കൊള്ളുക. അതുപോലെ തന്നെ പിതൃഭാവത്തിന് എന്തെങ്കിലും ദോഷം സംഭവിക്കാൻ സാധ്യതയൊക്കെ പറയുന്നുണ്ട്. ആരോഗ്യസ്ഥിതി കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കേണ്ടതുണ്ട്. തക്കതായിട്ട് ചികിത്സാ കാര്യങ്ങളൊക്കെ ഫലപ്രദമാക്കുന്ന നന്നായിരിക്കും. ഈ പൊതുവിഷയങ്ങളിൽ ഇറങ്ങുന്നവർ അല്പം ചീത്തപ്പേരുകൾ സമ്പാദിക്കാതെ പ്രത്യേകം ശ്രദ്ധിക്കണം എന്ന് പറയുന്നു. മോശപ്പെട്ട കൂട്ടുകെട്ടുണ്ടെങ്കിൽ ഒഴിവായിട്ട് നിൽക്കണം. എങ്കിലും പ്രവൃത്തി മണ്ഡലത്തിൽ കൂടുതൽ മനസ്സ് വയ്ക്കുന്ന പക്ഷം പ്രവൃത്തിയിൽ നല്ല വിജയം കൈവരിക്കാൻ പറ്റുന്ന ഒരു മാസമായിട്ടാണ് പറയുന്നത്. ക്രമേണ സന്താന ക്ലേശം നീങ്ങി സന്താന സൗഭാഗ്യമുണ്ടാവും എന്ന് പ്രത്യേകിച്ച് സൂചിപ്പിക്കുന്നു. അതുപോലെ തന്നെ ഉന്നത സ്ഥാനലബ്ധി, അതുപോലെ തന്നെ ദൂരദേശ യാത്രകൾ, അശാന്തികളൊക്കെ ഒന്ന് മാറി നമുക്ക് കാര്യങ്ങൾ നിർവഹിക്കാനുള്ളതായിട്ടുള്ള സാധ്യതകൾ ഇതൊക്കെ പ്രത്യേകിച്ച് പറയുന്നുണ്ട്. ചില വ്യക്തികൾക്ക് ചില വ്യവഹാരങ്ങൾ കടന്നു, ചില വിശ്വാസവഞ്ചനവും മറ്റൊക്കെ ബന്ധപ്പെട്ട എന്തെങ്കിലും ചില വ്യവഹാരങ്ങൾ ഫേസ് ചെയ്യാനുള്ള സാധ്യത കാണുന്നുണ്ട്. പക്ഷെ വരും കാലത്ത് എല്ലാം ഒന്ന് സെറ്റിൽമെൻറ്റിലേക്ക് പോവും. എല്ലാം ഒന്ന് എല്ലാവരുടെയും കോംപ്രമൈസ് ചെയ്യാൻ പറയുന്നു. അപ്പോൾ എന്തെങ്കിലും മീഡിയേഷനൊക്കെ ആവശ്യമുണ്ടെങ്കിൽ മീഡിയേഷൻ മുഖാന്തരമൊക്കെ പ്രശ്നങ്ങളൊക്കെ തീർത്ത് മുന്നോട്ട് പോകും നന്നായിരിക്കുമെന്ന് പ്രത്യേകിച്ച് കാണുന്നുണ്ട്. പ്രത്യേകിച്ച് വിവാഹമംഗളകർമ്മങ്ങളൊക്കെ നടക്കാനുള്ള സാധ്യതകൾ, തീരുമാനങ്ങൾ വരും. നല്ല ആലോചനകൾ വരേണ്ട സമയമാണ്. അതുപോലെ തന്നെ ദാമ്പത്യ സൗഖ്യം ഉണ്ടാവും. നിലവിൽ ദാമ്പത്യപരമായിട്ട് കാര്യങ്ങൾക്ക് പ്രശ്നങ്ങളൊന്നും പ്രത്യേകിച്ച് കാണുന്നില്ല. അതുപോലെ തന്നെ നമുക്ക് നല്ല സ്ഥലം, വീട്, വാഹനാധികരണ കാര്യങ്ങളായിട്ട് ബന്ധപ്പെട്ട പ്രോപ്പർട്ടികൾ, ക്രയവിക്രയങ്ങളോ വസ്തുവാഹനങ്ങളോ വാങ്ങിക്കുകയോ ഒക്കെ പറ്റുന്ന ഒരു മാസമായിട്ട് പ്രത്യേകിച്ച് പറയുന്നുണ്ട്. കടബാധ്യതകൾ ഒഴിയുമെന്നാണ് ഈ മാസം കാണുന്നത്. ചിലവർക്ക് എന്തെങ്കിലും സാമ്പത്തിക നഷ്ടങ്ങൾ വരാം, അല്ലെങ്കിൽ എന്തെങ്കിലും ചോരഭീതി, എന്തെങ്കിലും മോഷണങ്ങൾ പോവുക, കയ്യിൽ നിന്ന് എന്തെങ്കിലും വീണ് പോവുക, നഷ്ടപ്പെടുക, അല്ലെങ്കിൽ കൊടുത്തത് നമുക്ക് തിരിച്ചു കിട്ടാതിരിക്കുക, ഇങ്ങനെയുള്ള അവസ്ഥകളുണ്ടാവും. അതല്പം ശ്രദ്ധിക്കുക. അപ്പോൾ വിലപിടിപ്പുള്ള വസ്തുക്കളൊക്കെ നമ്മൾ സൂക്ഷ്മതയോട് കൈകാര്യം ചെയ്യാമെന്ന് പ്രത്യേകിച്ച് പറയുന്നു. ശത്രുക്കളിൽ ജയം ഉണ്ടാവുമെന്നാണ് പറയുന്നത്. ബാധ്യതകൾ തീർക്കാനുള്ള പരിശ്രമങ്ങൾ തീർച്ചയായിട്ടും വിജയിക്കും. എല്ലാ മേഖലയിലും നമുക്ക് ഉണർവും ഉന്മേഷവും ഒക്കെ നമുക്ക് പ്രതീക്ഷിക്കാം. അതുപോലെ തന്നെ ജീവിതത്തിൽ പൊതുവെയുള്ള പുരോഗതികൾ നമുക്ക് കണ്ടു തുടങ്ങും എന്നാണ് പറയുന്നത്. പലതരത്തിലുള്ള അഭിവൃദ്ധികളും ധനാഭങ്ങളും കർമ്മരംഗത്ത് പ്രശസ്തി, തൊഴിൽ അഭിവൃദ്ധി, വിജയം, കീർത്തി ഇതൊക്കെ നമുക്ക് വന്നു ചേരാൻ സാധ്യത പ്രത്യേകിച്ച് കാണുന്നു. വിദ്യാർത്ഥികൾക്ക് ഇതൊരു നല്ല സമയമാണ്. പഠനങ്ങൾ വളരെയധികം നന്നാവും. ഉപരിപഠനങ്ങളൊക്കെ ക്ഷമിക്കുന്നവർക്ക് തീർച്ചയായിട്ടും ഫലത്തിൽ വരും. മാർക്കൊക്കെ സ്കോർ ചെയ്യാനെ കൊണ്ട് സാധിക്കും. ദൂരദേശ യാത്രകളൊക്കെ ക്ഷമിക്കുന്നവർക്ക് അതിൻ്റെ നമുക്ക് പേപ്പേഴ്സൊക്കെ ഒന്ന് ക്ലിയർ ചെയ്ത് കിട്ടുന്ന ഒരു സമയമായിട്ട് പ്രത്യേകിച്ച് പറയുന്നു. അതുപോലെ പൊതുവെ കുടുംബാന്തരീക്ഷത്തിൽ നമുക്ക് അതിൻ്റെ മാറ്റങ്ങളും എല്ലാ ഐശ്വര്യങ്ങളും നമുക്ക് കണ്ടു തുടങ്ങും. ആരോഗ്യസ്ഥിതി കാര്യങ്ങളൊക്കെ കണ്ട് നമുക്ക് ദൈവാനുഗ്രഹം ഉണ്ടാവും എന്നാണ് പ്രത്യേകിച്ച് കാണുന്നത്. അപ്പോൾ അവരുടെ ജാതകങ്ങളൊക്കെ പരിശോധിക്കുക. എല്ലാം നമുക്ക് പ്രാർത്ഥനാ കാര്യങ്ങൾ ചെയ്ത് മുന്നോട്ട് പോവുക. അവരവരുടെ മതാചാരപ്രകാരമുള്ള എല്ലാ കാര്യങ്ങളും നമ്മൾ ചെയ്യുന്നത് വളരെയധികം നല്ലതാണ്. ദോഷങ്ങളെ കുറയ്ക്കാൻ അത് സഹായിക്കും. അപ്പോൾ എല്ലാത്തിനൊരു ഭഗവത്പ്രീതി ഉണ്ടാക്കി മുന്നോട്ട് പോകണം എന്ന് പ്രത്യേകിച്ച് കാണുന്നുണ്ട്. അപ്പോൾ ഇത്തരം വിഷയങ്ങളൊക്കെയാണ് മാർച്ച് മാസം നമുക്ക് ലഭിക്കുന്നതായിട്ടുള്ള വിവരങ്ങൾ. വിശാഖത്തിൻ്റെ കാൽഭാഗവും മരുണും തൃക്കേട്ടയും അടങ്ങുന്ന വൃശ്ചിക രാശിക്കാർക്ക് 2025 മാർച്ച് മാസത്തിലുണ്ടാകുന്ന ഗുണദോഷങ്ങൾ എന്തൊക്കെയാണെന്ന് പരിശോധിക്കുമ്പോൾ അർഹിക്കുന്ന സ്ഥാനമാനങ്ങൾ നമ്മളെ തേടിയെത്തും എന്ന് പറയുന്നു. പലതരത്തിലുള്ള അഭിവൃദ്ധികളും ഐശ്വര്യങ്ങളും കുറച്ച് കാലങ്ങളായി നമുക്ക് പ്രതീക്ഷിച്ച പല മാറ്റങ്ങളും ജീവിതത്തിൽ കണ്ടു തുടങ്ങും എന്നാണ്. ചിലർക്ക് മനസ്സിനുണ്ടായിരുന്ന ക്ലേശങ്ങളും മാനഹാനികളും ഒഴിവാക്കാനായിക്കൊണ്ടുള്ള ശ്രമങ്ങളും തീരുമാനങ്ങളും കൈക്കൊള്ളും. ആരോഗ്യസ്ഥിതി വളരെയധികം ശ്രദ്ധിക്കണം എന്ന് കാണുന്നു. ഉദര സംബന്ധിക്കുന്ന പ്രശ്നങ്ങളുണ്ടാവാം. ചിലർക്ക് അകാരണമായിട്ടൊരു ഭയം, ഭയാശങ്കകൾ, മനസ്സിന് ക്ലേശം, അതുപോലെ തന്നെ പല കാര്യങ്ങൾ, തീരുമാനങ്ങൾ വിപരീതമായിട്ട് സംഭവിക്കുന്നതായിട്ടുള്ള സ്ഥിതിവിശേഷങ്ങൾ, ഒരു മരണഭയം ഒക്കെ മനസ്സിലേക്ക് ഉണ്ടാക്കുക, അകാരണമായിട്ട് ചിന്തകൾ ഉണ്ടാക്കുക, ഇതിനൊക്കെ സാധ്യത പ്രത്യേകിച്ച് കാണുന്നുണ്ട്. അപ്പോൾ ഓവർ തിങ്കിങ് ഒഴിവാക്കുക. പ്രാർത്ഥന കാര്യങ്ങൾ, മെഡിറ്റേഷനിലേക്ക് നമ്മൾ കിടക്കുന്നത് പ്രത്യേകിച്ച് നല്ലതാണ്. കാരണം ഒരുപാട് ഗ്രഹസഞ്ചാരങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുന്ന സമയങ്ങളായതുകൊണ്ട് ശ്രദ്ധയും കരുതലോടുകൂടി മുന്നോട്ട് പോകണം എന്ന് പ്രത്യേകിച്ച് പറയുന്നു. വിവാദങ്ങളും ആപത്തുകളും വരാതെ പ്രത്യേകം ശ്രദ്ധിക്കണം. വിശ്വാസ വഞ്ചനകൾ നേരിടാനുള്ള സാധ്യത പ്രത്യേകിച്ച് പറയുന്നുണ്ട്. ശ്രദ്ധിക്കുക. എല്ലാം ലീഗൽ സൈഡ് പരിശോധിച്ച് മുന്നോട്ട് പോവുക. മാക്സിമം കലഹങ്ങളും വാദപ്രതിവാദങ്ങളും ഈ സമയത്ത് ഒഴിവാക്കണം എന്ന് പ്രത്യേകിച്ച് പറയുന്നു. അതുപോലെ മനസ്സിലുള്ളതായിട്ട് ദുഃഖങ്ങൾക്ക് ഒരു അശാന്തി വരും. നമ്മുടെ ജീവിതത്തിൽ പല മാറ്റങ്ങൾക്കും
തയ്യാറാവും എന്നുള്ളതാണ്. അപ്പോൾ പല എന്തൊക്കെയാണോ സാഹചര്യങ്ങളൊക്കെ മാറി മറിഞ്ഞ് വരുന്നത് കൊണ്ട് നമുക്കൊരു എത്തും പിടിയും ഉണ്ടാവില്ല, ഒരു കാര്യങ്ങൾക്ക് ഒരു ക്ലാരിറ്റി ഉണ്ടാവില്ല എന്നുള്ളതാണ്. എന്താണ് സംഭവിക്കുന്നത് എന്ന് നമുക്കൊരു വ്യക്തത കുറയും. അതുകൊണ്ട് ശാന്തമായിട്ടിരിക്കാൻ ശ്രമിക്കുക. ഈ സമയത്ത് എടുക്കുന്ന എന്ത് തീരുമാനങ്ങളും ചിലപ്പോൾ അത് ഒരു നല്ല തീരുമാനമാവില്ല. അതുപോലെ തന്നെ എല്ലാ പ്രശ്നങ്ങളും പരിഹരിക്കപ്പെടാനുള്ള ശ്രമങ്ങൾ നടത്തണം. എല്ലാവരുടെയും കോംപ്രമൈസ് ചെയ്യാൻ പറയുന്നു. വിട്ടുവീഴ്ചകൾക്ക് തയ്യാറാവുക, മാറ്റങ്ങൾക്ക് തയ്യാറാവുക, മറ്റുള്ളവരുമായിട്ട് ചർച്ച ചെയ്ത് നല്ല തീരുമാനങ്ങൾ കൈക്കൊള്ളുക. ഈ സന്താന ക്ലേശങ്ങൾ ഉണ്ടാവും എന്ന് പറയുന്നത് സന്താനങ്ങളെക്കുറിച്ച് ആലോചിച്ചുകൊണ്ട് വിഷമങ്ങളും സന്താന ക്ലേശങ്ങളൊക്കെ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. അവിടെ നമ്മൾ ക്ഷമയും കരുതലൊക്കെ ആയിട്ട് മുന്നോട്ട് പോകണം. പ്രാർത്ഥനകൾ വേണം എന്ന് പ്രത്യേകിച്ച് പറയുന്നു. അതുപോലെ തന്നെ ചില സന്തോഷകരമായിട്ട് ചില കാര്യങ്ങളൊക്കെ വരുമ്പോൾ അവിടെ ആ സമയത്ത് തന്നെ എന്തെങ്കിലുമൊക്കെ ദുഃഖങ്ങൾ ഉണ്ടാകുന്ന അവസ്ഥകൾ നമുക്കുണ്ടാവും. അത് രണ്ടും ബാലൻസ് ചെയ്ത് നമ്മൾ പോകണം. എന്തിനും നമുക്ക് കുടുംബ പരദേവതയുടെ അനുഗ്രഹം ഉണ്ടാക്കിയെടുക്കുന്നതും പിതൃക്കളുടെ പ്രീതി ഉണ്ടാക്കിയെടുക്കുന്നതും മനസ്സിന് ശാന്തി കുറയ്ക്കാനും കാലദോഷങ്ങൾ തീരാനെ കൊണ്ടും സഹായിക്കും. പ്രത്യേകിച്ച് ഇപ്പോൾ കണ്ടകശനിയൊക്കെ തീരാൻ നിൽക്കുന്ന ഒരു സമയമാണ്. അപ്പോൾ ഒരു മാസം കൂടിയൊക്കെ നമ്മൾ ക്ഷമിച്ച് മുന്നോട്ട് പോകണം. അതിനുശേഷം കുറേ ഒരു വ്യത്യാസം എല്ലാ മേഖലയിലും പ്രവൃത്തി മണ്ഡലത്തിലും കുടുംബത്തിലും ഒക്കെ വരാനുള്ള സാധ്യതകൾ പ്രത്യേകിച്ച് കാണുന്നുണ്ട്. ഇപ്പോൾ ഉള്ളതായിട്ട് അശാന്തികൾക്കൊക്കെ ഒരു അറുതി വരേണ്ട സമയങ്ങളാണ് വരാനുള്ള സമയങ്ങൾ പ്രത്യേകിച്ച് പറയുന്നു. പ്രത്യേകിച്ച് വാഹനാപകടങ്ങൾ ശ്രദ്ധിക്കണം. ഈ സ്ഥലം മാറ്റം മുതലായിട്ട് കാര്യങ്ങളൊക്കെ ചിലവർക്ക് വരും. ഗൃഹം മാറ്റമൊക്കെ വരാം. ബന്ധുജനങ്ങളൊക്കെ വിരോധികളായിട്ട് നിൽക്കുന്ന ചില വിശേഷങ്ങളൊക്കെ ഉണ്ടാവും. വ്യവഹാരങ്ങൾ ഫേസ് ചെയ്യാനുള്ള സാധ്യത പ്രത്യേകിച്ച് പറയുന്നുണ്ട്. ചിലർക്ക് വലിയ നഷ്ടങ്ങളും പരാജയങ്ങളും മനക്ലേശങ്ങളും ആദിവ്യാധികളും കടന്നു പോകാം. അതൊക്കെ അല്പം ശ്രദ്ധിക്കേണ്ടതുണ്ട്. അതുപോലെ തന്നെ അകാരണമായിട്ടുള്ള ഭയം ഒക്കെ ഒഴിവാക്കി എല്ലാത്തിനും ഈ സമയത്ത് നമുക്ക് വരുന്ന എല്ലാ പ്രശ്നങ്ങളും നമ്മൾ തലയിടാതെ എല്ലാത്തിനും ഒരു പരിഹാരം കാണാൻ ശ്രമിക്കുക. പ്രശ്നങ്ങൾ വരും, അത് നമ്മുടെ വിധിയാണ്, അത് കർമ്മപരമായിട്ട് നമുക്ക് വന്നു ചേരേണ്ടതാണ് എന്ന് കണക്കാക്കിക്കൊണ്ട് തന്നെ എല്ലാത്തിനും ഒരു സൊല്യൂഷൻ കണ്ടെത്താൻ ശ്രമിക്കുക. കൂടെ ദൈവാനുഗ്രഹം ഉണ്ടാക്കിയെടുക്കണം. എങ്കിൽ തീർച്ചയായിട്ടും ഇപ്പോഴുള്ള പ്രശ്നങ്ങളൊക്കെ തരണം ചെയ്യാനെ കൊണ്ട് സാധിക്കും എന്ന് പ്രത്യേകിച്ച് കാണുന്നു. വാദപ്രതിവാദങ്ങളൊക്കെ ഒഴിവാക്കുക. ഈ മത്സരങ്ങളിൽ നിന്നൊക്കെ ഒഴിഞ്ഞു നിൽക്കണം എന്ന് പ്രത്യേകിച്ച് പറയുന്നു. അതിലൊന്നും നമുക്ക് വിജയിക്കാൻ സാധിക്കില്ല. അതുപോലെ ദൂരദേശ യാത്രകൾ വേണ്ടി വരും. എല്ലാത്തിനും ഒരു ഡിലേ ഉണ്ടാവും എന്നാണ് പറയുന്നത്. പക്ഷേ അത് കുറച്ച് കഴിയുമ്പോൾ ക്രമേണ ശരിയായിട്ട് വരുന്നുണ്ടാവും. ഒരു മാസമൊക്കെ കഴിയുമ്പോൾ തീർച്ചയായിട്ടും ഈ നിശ്ചയിച്ച കാര്യങ്ങളും അല്ലെങ്കിൽ തീരുമാനിച്ച കാര്യങ്ങളൊക്കെ നമുക്ക് തിരിച്ച് നമ്മളിലേക്ക് തന്നെ വരും. എന്നാലും ഭംഗിയായിട്ട് കൈകാര്യം ചെയ്യാനുള്ളതായിട്ട് സാഹചര്യങ്ങളുണ്ടാവും എന്ന് പ്രത്യേകിച്ച് പറയുന്നു. പഠനകാര്യങ്ങൾ കൂടുതൽ ശ്രദ്ധ വേണം. നല്ലവണ്ണം പഠിക്കുക. വിദ്യാർത്ഥികൾക്ക് ഒരു നല്ല മാർക്കൊക്കെ സ്കോർ ചെയ്യാൻ പറ്റുന്ന ഒരു മാസമാണ്. ഉപരിപഠനങ്ങളൊക്കെ ശ്രമിക്കുന്നവർക്ക് തീർച്ചയായിട്ടും നല്ല സമയമായിട്ട് പ്രത്യേകിച്ച് കാണുന്നുണ്ട്. പുതിയ ഇൻ്റർവ്യൂകളൊക്കെ പങ്കെടുക്കാനോ പുതിയ ജോലിക്ക് ശ്രമിക്കുന്നവർക്ക് തീർച്ചയായിട്ടും നല്ല തീരുമാനങ്ങൾ ഈ മാസം ഉണ്ടാവുമെന്ന് പറയുന്നു. ദൂരദേശ യാത്രകളൊക്കെ ഫലം ചെയ്യും. എല്ലാത്തിനും ദൈവാനുഗ്രഹം നമുക്ക് വേണം. അവരുടെ ജാതകങ്ങളൊക്കെ പരിശോധിച്ച് സമയാസന്ദർഭങ്ങൾക്കനുസരിച്ച് വേണ്ട തീരുമാനങ്ങൾ കൈക്കൊണ്ട് മുന്നോട്ട് പോകുന്നത് കുറേ ദോഷത്തെ കുറയ്ക്കാനെ കൊണ്ട് സാധിക്കും എന്ന് പറയുന്നു. അപ്പോൾ ഇത്തരം കാര്യങ്ങളൊക്കെയാണ് ഈ മാസം വൃശ്ചിക രാശിക്കാർക്ക് നമുക്ക് ലഭിക്കുന്ന കാര്യങ്ങൾ. മൂലവും പൂരാടും ഉത്രാടത്തിൻ്റെ കാൽഭാഗവും അടങ്ങുന്ന ധനുരാശിക്കാർക്ക് ഈ 2025 മാർച്ച് മാസത്തിലുണ്ടാകുന്ന ഗുണദോഷങ്ങൾ എന്തൊക്കെ എന്ന് പ്രതീക്ഷിക്കും നമ്മൾ പരിശോധിക്കുമ്പോൾ അർഹിക്കുന്ന സ്ഥാനമാനങ്ങൾ നമ്മളെ തേടിയെത്തും. അതുപോലെ തന്നെ ഈ കൈവശമുള്ള എന്തെങ്കിലും ഭൂമികളുടെ ക്രയവിക്രയങ്ങളോ അതൊക്കെ തിരി നമ്മൾ ഈ മാസം വരാനുള്ള സാധ്യതകൾ പറയുന്നുണ്ട്. സാമ്പത്തിക ലാഭം പറയുന്നു. കടബാധ്യതകൾ ഒഴിവാനുള്ള തീരുമാനങ്ങളൊക്കെ കൈക്കൊള്ളും. ആരോഗ്യം ശ്രദ്ധിക്കണം. ഉദര സംബന്ധിക്കുന്ന പ്രശ്നങ്ങളോ മൂത്രാശയ രോഗങ്ങൾക്കോ സാധ്യത പ്രത്യേകിച്ച് പറയുന്നുണ്ട്. ചെറിയ അപകടങ്ങൾ സൂക്ഷിക്കുക. യാത്രയിൽ ചെറിയ അപകടങ്ങൾ, കണ്ണിന് ദീനങ്ങൾ, ക്ഷതങ്ങളൊക്കെ സൂക്ഷിക്കണം എന്ന് പ്രത്യേകിച്ച് പറയുന്നു. ബന്ധുജനങ്ങളെ കൊണ്ടുള്ള സപ്പോർട്ടുകൾ നമുക്ക് ഗുണം ചെയ്യും. കുടുംബത്തിൽ പൊതുവെയുള്ള അശാന്തികളൊക്കെ ഒന്ന് മാറിക്കിട്ടും. ദൈവാനുഗ്രഹം വന്നു ചേരും. വിവാഹസിദ്ധി കാണുന്നു. ഇഷ്ടകാര്യസിദ്ധി കാണുന്നു. നിലവിലുള്ളതായിട്ട് ദാമ്പത്യ ജീവിതത്തിലെ പ്രശ്നങ്ങളൊക്കെ ഒന്ന് ഒഴിഞ്ഞ് സമാധാന അന്തരീക്ഷത്തേക്ക് പോകാനുള്ള സാധ്യത പ്രത്യേകിച്ച് പറയുന്നുണ്ട്. ക്രമരംഗത്ത് അഭിവൃദ്ധി, ജോലിയിൽ പുരോഗതി, വാണിജ്യ വ്യവസായ രംഗത്തൊക്കെ അഭിവൃദ്ധികൾ പ്രതീക്ഷിക്കാം. ബിസിനസ്സൊക്കെ ചെയ്യുന്നവർക്കൊരു നല്ല സമയമായിട്ട് ഈ മാസം കാണുന്നു. ദൂരദേശ യാത്രകൾക്ക് സാധ്യത പ്രത്യേകിച്ച് ഫലം ചെയ്യുമെന്ന് പറയുന്നു. ഭൂമി വാങ്ങിക്കൽ, അതുപോലെ തന്നെ എന്തെങ്കിലുമൊക്കെ ക്രയവിക്രയങ്ങൾ മുതലായിട്ട കാര്യങ്ങൾ വിൽക്കാനുണ്ടെങ്കിൽ അത് വിൽപ്പനയ്ക്ക് തയ്യാറാവുന്ന സമയങ്ങൾ, പുതിയ കാര്യങ്ങളിലേക്ക് ഇറങ്ങൽ, കുറച്ചധികം നമുക്ക് ധനം സ്വരൂപിച്ചുകൊണ്ട് പുതിയ പ്രവൃത്തികൾ മണ്ഡലത്തേക്ക് ഇറക്കാനുള്ള സാധ്യതകളൊക്കെ പ്രത്യേകിച്ച് കാണുന്നു. പലതരത്തിലുള്ള ഇൻവെസ്റ്റ്മെൻ്റ് ആവാം, പുതിയ ബിസിനസ് സംരംഭങ്ങളാവാം, അല്ലെങ്കിൽ എന്തെങ്കിലും ബിൽഡിംഗ് വർക്കുകളാവാം, ഭൂമിയിലേക്ക് നിക്ഷേപിക്കലാവാം, എന്തെങ്കിലും കൊമേഴ്ഷ്യൽ പർപ്പസ് ആയിട്ടുള്ള എന്തെങ്കിലും ബിൽഡിംഗ് വർക്കുകളോ കാര്യങ്ങളൊക്കെ ചെയ്യാനുള്ള സാധ്യതകളും, ചിലർക്ക് ഗൃഹം, വാഹനം മുതലായിട്ട കാര്യങ്ങളാവാം, ഇതിലേക്കൊക്കെ ഒരു ഇറക്കാനുള്ള സാധ്യതകൾ പ്രത്യേകിച്ച് കാണുന്നുണ്ട്. അപ്പോൾ പൊതുവെയുള്ള പ്രതാപങ്ങളും ഐശ്വര്യങ്ങളും വർദ്ധിക്കുന്ന കാണുന്നു. കുടുംബത്തിൽ പൊതുവെ ഒരു സമാധാനം നമുക്ക് വന്നു ചേരും. വരുംകാലത്ത് ശരണ സ്വാധീനമുണ്ട്, അതല്പം ശ്രദ്ധിച്ചു പോകേണ്ടതുണ്ട്. ഈ റിലേഷൻഷിപ്പിൽ വരുന്ന പ്രശ്നങ്ങൾ, സുഹൃത്തുക്കളുമായിട്ടൊക്കെ വരുന്ന, ബന്ധുജനങ്ങളുമായിട്ട് വരുന്നതായിട്ടുള്ള കാര്യങ്ങളിലൊക്കെ അല്പം ഒരു ശ്രദ്ധ സമയത്ത് വേണം എന്ന് പ്രത്യേകിച്ച് പറയുന്നു.
അതുപോലെ തന്നെ നിലവിലുള്ളതായിട്ട് വാഹനങ്ങളൊക്കെ മാറ്റിയെടുക്കേണ്ട ഒരു മാസമായിട്ടാണ് പ്രത്യേകിച്ച് കാണുന്നത്. പ്രവാസികൾക്ക് ഒരു നല്ല സമയമായിട്ട് കാണും. വിദേശത്തൊക്കെ ഇരിക്കുന്നവർക്ക് തീർച്ചയായിട്ടും നല്ല സമയമാണ്. ധനധാന്യ സമൃദ്ധികൾ, കുടുംബത്തിൽ ഐശ്വര്യം, വിവാഹമംഗളകർമ്മ സിദ്ധി, സന്താനപ്രാപ്തി, ഉന്നത അധികാരലബ്ധി, സ്ഥാനമാനങ്ങൾ, ഇതൊക്കെ വരാനുള്ള സാധ്യതകൾ പ്രത്യേകിച്ച് പറയുന്നു. പിതാവിന് അല്പം ദോഷം കടന്നു പോകും എന്നാണ് പറയുന്നത്. പിതൃ സ്വത്ത് സംബന്ധിക്കുന്ന എന്തെങ്കിലും വഴക്കുകളോ പ്രശ്നങ്ങളോ ഉണ്ടെങ്കിൽ അതൊക്കെ നല്ല രീതിയിൽ പരിഹരിക്കാൻ പറ്റുന്ന ഒരു സമയമാണ്. സ്ഥാനമാനങ്ങൾ നമ്മളെ തേടിയെത്തും. ഗുരുകാരണവന്മാരുടെ അനുഗ്രഹം, സപ്പോർട്ടുകൾ നമുക്ക് ഉണ്ടാവും എന്ന് പ്രത്യേകിച്ച് പറയുന്നു. പിതൃക്കളെ സ്മരിക്കുക, കുടുംബ പരദേവതയെ ആരാധിക്കുക, പ്രത്യേകിച്ച് മഹാവിഷ്ണു പിടികളുള്ള കാര്യങ്ങളൊക്കെ ചെയ്ത് മുന്നോട്ട് പോകുന്ന നന്നായിരിക്കും. വ്യാഴാഴ്ച വ്രതങ്ങളും കാര്യങ്ങളും അനുഷ്ഠിക്കുക. മാസം തോറും ഗണപതി ഹോമം ചെയ്യുന്നതും കുടുംബക്ഷേത്രത്തിൽ വഴിപാട് ചെയ്യുന്നതും വ്യാഴാഴ്ചകൾക്ക് പ്രാധാന്യം എടുത്തുകൊണ്ട് മഹാവിഷ്ണു വചനം ചെയ്തു വരുന്നതും നല്ലതാണ്. അവരവരുടെ ജാതകങ്ങളൊക്കെ പരിശോധിച്ച് വേണ്ട കാര്യങ്ങളൊക്കെ മനസ്സിലാക്കിക്കൊണ്ട് തീരുമാനങ്ങൾ കൈക്കൊണ്ട് മുന്നോട്ട് പോകുന്നതും കുറേ ദോഷങ്ങളെ കുറയ്ക്കാൻ സഹായിക്കും. അപ്പോൾ ഇത്തരം വിഷയങ്ങളൊക്കെയാണ് ധനുരാശിക്കാർക്ക് ഈ മാസം നമുക്ക് ലഭിക്കുന്നതായിട്ടുള്ള വിവരം. ഉത്രാടത്തിൻ്റെ മുക്കാലും ഭാഗവും തിരുവോണും അവിട്ടത്തിൻ്റെ ആദ്യ പകുതി മടങ്ങുന്ന മകരക്കൂരക്കാർക്ക് 2025 മാർച്ച് മാസം ഉണ്ടാകുന്ന ഗുണദോഷങ്ങൾ എന്തൊക്കെയാണ് പരിശോധിക്കുമ്പോൾ സാമ്പത്തികപരമായിട്ട് കുറച്ച് നഷ്ടം വരുന്നൊരു മാസമായിട്ടാണ് പ്രത്യേകിച്ച് പറയുന്നത്. അതിലിപ്പം ശ്രദ്ധിക്കണം എന്നാണ്. ചിലർക്ക് ഒരു വിശ്വാസവഞ്ചന പോലെ കടന്നു പോകാനുള്ള സാധ്യത പറയുന്നുണ്ട്. വളരെയധികം ശ്രദ്ധിക്കുക. ഭൂമിയുമായിട്ട് ബന്ധപ്പെട്ട തർക്കങ്ങളോ കൂട്ടങ്ങളോ വ്യവഹാരങ്ങളോ കടന്നു പോകാം. പക്ഷേ അതിൽ വിജയം കൈവരിക്കാൻ സാധിക്കും. ഒരു പ്രശ്നം വരും, പക്ഷെ അത് പരിഹരിച്ച് നമുക്ക് വിജയപ്രദമായിട്ട് നമുക്കത് വരും എന്നുള്ള സൂചന തരുന്നുണ്ട്. ചിലർക്ക് കണ്ണിന് അസുഖങ്ങൾ, അതുപോലെ തന്നെ ഉദര സംബന്ധിക്കുന്ന പ്രശ്നങ്ങൾ, ഉറക്കക്കുറവുകൾ, പെട്ടെന്ന് ശരീരത്തിന് ടെമ്പറേച്ചറൊക്കെ കൂടി വരുന്നതായിട്ട് സ്ഥിതിവിശേഷങ്ങൾ, അതൊക്കെ ശ്രദ്ധിക്കേണ്ടതുണ്ട്. ആരോഗ്യകാര്യത്തിൽ പൊതുവെ ശ്രദ്ധ വേണം എന്ന് പ്രത്യേകിച്ച് പറയുന്നു. കഴിഞ്ഞ കാലത്തിലുള്ള അശാന്തികളൊക്കെ ഒന്ന് മാറിക്കിട്ടും. നല്ലൊരു ദൈവാനുഗ്രഹം വരുന്ന ഒരു കാലഘട്ടമാണ്. ഏഴരശ്ശേരി ആൾമോസ്റ്റ് നമുക്ക് കഴിയാൻ പോകുന്നു. അത് നമുക്ക് പ്രതീക്ഷിച്ച ഒരുപാട് ഗുണങ്ങളിലേക്കാണ് കടക്കാൻ പോകുന്നത്. അതിനനുസരിച്ച് നമ്മുടെ ജീവിതത്തിൽ പുരോഗതികൾ വരും കാലത്ത് പ്രതീക്ഷിക്കാം. പോസിറ്റീവായിട്ടുള്ള അനുഭവങ്ങൾ നമ്മളെ തേടിയെത്തും. സാമ്പത്തിക ഭദ്രത വരും കാലത്തുണ്ടാവും എന്ന് പ്രത്യേകിച്ച് പറയുന്നു. ഈ സമയത്ത് പൂർവ്വസ്വത്ത് സംബന്ധിക്കുന്ന കാര്യങ്ങളെ തീരുമാനങ്ങൾ കൈക്കൊള്ളാൻ സാധിക്കും. അതൊക്കെ നമ്മുടെ കയ്യിലേക്ക് വരും എന്ന് പ്രത്യേകിച്ച് കാണുന്നുണ്ട്. കഴിഞ്ഞ കാലത്ത് ശത്രുക്കളിൽ നിന്ന് നേരിട്ടിട്ടുള്ള ഭയാശങ്കകളൊക്കെ ഒന്ന് മാറിക്കിട്ടും. കുടുംബത്തിൽ ഐശ്വര്യം, സൽകീർത്തി, സന്താനങ്ങൾക്ക് അഭിവൃദ്ധിയുള്ള സമയം, സന്താന സൗഭാഗ്യം എന്ന് കാണുന്നുണ്ട്. എങ്കിലും ദൂരദേശ യാത്രകളൊക്കെ ഈ സമയത്ത് വേണ്ടിവരും എന്നാണ് കാണുന്നത്. മനസ്സിലുള്ള അശാന്തികളൊക്കെ ഒന്ന് മാറ്റി, കഴിഞ്ഞ പാസ്റ്റ് ലൈഫിൽ നമുക്ക് നടന്നിട്ടുള്ള വിഷയങ്ങളെക്കുറിച്ചുള്ള വിഷമതകളൊക്കെ ഉള്ളതൊക്കെ ഒന്ന് മാറ്റിയെടുക്കുക. വരും കാലത്ത് വളരെ പോസിറ്റീവായിട്ട് അനുഭവങ്ങൾ നമ്മുടെ ജീവിതത്തിൽ വരുന്നതുകൊണ്ട് അതിനെ നമ്മൾ അക്സെപ്റ്റ് ചെയ്യാനുള്ള ഒരു തീരുമാനം കൈക്കൊണ്ട് മുന്നോട്ട് പോവുക. എല്ലാത്തിനും നമുക്കൊരു ഡിവൈൻ സപ്പോർട്ട് ഉണ്ടാക്കി എടുക്കണം. ഭഗവത്പ്രീതി വരുത്തണം. ശനി ദോഷ പരിഹാരങ്ങളൊക്കെ ചെയ്യണം. കാരണം ശനി പോണ പോക്കാണ്. ഒത്തിരി ശ്രദ്ധയും കരുതലും എല്ലാ കാര്യങ്ങളിലും വേണം എന്ന് പ്രത്യേകിച്ച് പറയുന്നു. പൊതുവെ എല്ലാവരും ഈ മാസങ്ങൾ വളരെയധികം ശ്രദ്ധിക്കേണ്ട സമയമാണ്. കാരണം ആ ശനിയുടെയൊക്കെ ഒരു മാറ്റം പല നല്ലതും കെട്ടതുമായിട്ടുള്ള അവസ്ഥകളൊക്കെ ഉണ്ടാക്കി തീർക്കാൻ സാധ്യതയുണ്ട്. അതുപോലെ ചില നേതൃത്വ ഗുണങ്ങൾ വരും. നമുക്ക് അർഹിക്കുന്ന സ്ഥാനമാനങ്ങൾ വരും കാലത്തുണ്ടാവും. ആരോഗ്യപുഷ്ടി പറയുന്നു. സാമ്പത്തിക പുരോഗതി പറയുന്നു. പലതരത്തിലുള്ള ധനവർദ്ധനവുണ്ടാവും. മനസ്സുഖം വർദ്ധിക്കും. പലതരം സ്ഥാനമാനങ്ങൾ, സമ്പത്തുകൾ, ഐശ്വര്യങ്ങൾ, അധികാരലബ്ധി, കൂട്ടായ പ്രവർത്തനങ്ങൾ, ഒരു ലീഡർഷിപ്പൊക്കെ നമ്മളെ തേടിയെത്തും. അതുപോലെ ചാരിറ്റികളൊക്കെ ചെയ്യാൻ സാധിക്കും. വിദ്യാഭ്യാസം വളരെയധികം നന്നാവെന്ന് പറയുന്നു. ഉന്നത വിദ്യാഭ്യാസം ശ്രമിക്കുന്നവർക്ക് നല്ല സമയമാണ്. എക്സാമൊക്കെ പാസ്സാവും. പുതിയ ജോലിക്ക് ശ്രമിക്കുന്നവർക്ക് ഇന്റർവ്യൂക്ക് പാസ്സാവാൻ സാധ്യത പ്രത്യേകിച്ച് കാണുന്നു. ഗവൺമെൻറ് തലത്തിൽ അംഗീകാരങ്ങൾ ലഭിക്കും. വിദേശത്ത് പോകാൻ ആഗ്രഹിക്കുന്നവർ നല്ല സമയമായിട്ട് പ്രത്യേകിച്ച് കാണുന്നു. നിലവിൽ വിദേശത്ത് പ്രവർത്തിക്കുന്നവർക്ക് ജോലി പ്രവൃത്തി കാര്യങ്ങളൊക്കെ നല്ല ഉയർച്ച വരാനുള്ള സാധ്യത പ്രത്യേകിച്ച് പറയുന്നുണ്ട്. അതിലും അല്പം വേഗത കുറച്ച് മറ്റ് അപകടങ്ങളോ വരാതെ കാര്യങ്ങൾ അല്പം ഒന്ന് ശ്രദ്ധിച്ച് മുന്നോട്ട് പോവുക. പൂർവ്വ സ്വത്ത് സംബന്ധിക്കുന്ന കാര്യങ്ങൾ തീരുമാനം കൈക്കൊള്ളാനെ കൊണ്ട് സാധിക്കും. വ്യവഹാരങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ഒഴിഞ്ഞു കിട്ടും എന്നാണ് പ്രത്യേകിച്ച് പറയുന്നത്. എല്ലാവരുടെയും കോംപ്രമൈസ് ചെയ്യാൻ പറയുന്നു. ഇപ്പോൾ മീഡിയേഷനൊക്കെ വെച്ചുകൊണ്ട് പലതും തീർക്കാനായിക്കൊണ്ട് ശ്രമം നടത്തി കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അതൊക്കെ നല്ല പോസിറ്റീവായിട്ട് അനുഭവങ്ങളിലേക്ക് എത്തിച്ചേരാൻ സാധ്യതയുണ്ടെന്ന് സൂചിപ്പിക്കുന്നു. അതുപോലെ തന്നെ ഈ അനാവശ്യമായിട്ടുള്ള സാഹസ പ്രവൃത്തികളൊക്കെ നിൽക്കാതിരിക്കുക. അത് ചില പരാജയങ്ങൾ നേരിടും. വാദപ്രതിവാദങ്ങൾ ഒഴിവാക്കുക. മറ്റുള്ളവരുമായിട്ട് ചീത്ത കൂട്ടുകെട്ടുകളോ മറ്റ് ദുഷ്ട സംസർഗങ്ങളൊക്കെ ഒഴിവാക്കാൻ സമയത്ത് പറയുന്നുണ്ട്. വാക്കും പ്രവൃത്തിയും കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കേണ്ടതുണ്ട്. അപ്പോൾ കുറച്ച് കൂടി നമ്മളൊന്ന് ശ്രദ്ധിച്ച് പോകുന്ന പക്ഷം, ഈ ശനിദോഷങ്ങളൊന്ന് മാറുന്ന പക്ഷം തീർച്ചയായിട്ടും അതിൻ്റെ മാറ്റങ്ങൾ ജീവിതത്തിൽ നമുക്ക് കണ്ടു തുടങ്ങും. അതിനുശേഷം നല്ല ഉയർച്ചയാണ് ജീവിതത്തിൽ വരാനുള്ളത്. അപ്പോൾ ശനിമാറ്റത്തെക്കുറിച്ചുള്ള വീഡിയോ ഒക്കെ നമ്മൾ കാണുന്നു. വർഷഫലമൊക്കെ വീഡിയോ ചെയ്തുകൊണ്ടിരിക്കുന്നതെല്ലാം കാണുക. അതിൽ ബിസിനസ് പരമായിട്ട് കാര്യങ്ങളും കർമ്മപരമായിട്ട് കാര്യം എന്തൊക്കെയെന്ന് ചെയ്തുകൊണ്ടിരിക്കുന്നത് അതൊക്കെ കണ്ട് മനസ്സിലാക്കി മുന്നോട്ട് പോകുക. അവരുടെ ജാതകങ്ങളൊക്കെ പരിശോധിക്കുക. ദോഷപരിഹാരങ്ങളൊക്കെ ചെയ്ത് മുന്നോട്ട് പോകുന്നത് നന്നായിരിക്കും. അപ്പോൾ ഇത്തരം വിഷയങ്ങളൊക്കെയാണ് മകരം രാശിക്കാർക്ക് ഈ മാസം ലഭിക്കുന്ന വിവരങ്ങൾ. അവിട്ടത്തിൻ്റെ രണ്ടാം പകുതിയും ചതയം പൂരുട്ടാതി മുക്കാൽ ഭാഗവും അടങ്ങുന്ന
കുംഭൻ രാശിക്കാർക്ക് 2025 മാർച്ച് മാസത്തിൽ ഉണ്ടാകുന്ന ഗുണദോഷങ്ങൾ എന്തൊക്കെയാണ് നമ്മൾ പരിശോധിക്കുമ്പോൾ സർവ്വകാര്യങ്ങളിലും വിജയമുണ്ടാകുന്ന ഒരു മാസമായിട്ട് കാണുന്നു. സ്വത്തുവകകൾ നമ്മളെ തേടിയെത്തും. പ്രവൃത്തി മണ്ഡലത്തിൽ പ്രസിദ്ധി, ആയുധവിദ്യകൾ, നൂതന ശാസ്ത്ര സാങ്കേതിക വിദ്യകളായിട്ടുള്ള അറിവുകൾ, ദൈവാനുഗ്രഹങ്ങൾ, അർഹിക്കുന്ന സ്ഥാനമാനങ്ങൾ, ഗവൺമെൻറ് തലത്തിലുള്ളതായിട്ട് അംഗീകാരങ്ങൾ, അധികാരങ്ങൾ, ദൂരദേശ യാത്രകൾ, ഇതൊക്കെ ഈ മാസം നമ്മളെ കാത്തിരിക്കുന്നു എന്നുള്ളതാണ്. അപ്പോൾ പെട്ടെന്നൊരു നമുക്കൊരു ജീവിതത്തിലൊരു പ്രകാശം നമ്മളിൽ തേടിയെത്തും എന്ന് പ്രത്യേകിച്ച് പറയുന്നുണ്ട്. അത് മനസ്സിന് സന്തോഷമുണ്ടാക്കും. ചിലർക്ക് നേത്രരോഗങ്ങൾ പറയുന്നുണ്ട്, ശ്രദ്ധിക്കുക. തലവേദന കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കണം. അപ്പോൾ ഉറക്കക്കുറവുകളൊക്കെ പരിഹരിക്കേണ്ടതുണ്ട്. തീർച്ചയായിട്ടും നമ്മൾ ശ്രമിക്കുന്ന കാര്യങ്ങൾക്കൊക്കെ നല്ല പോസിറ്റീവായിട്ട് അനുഭവങ്ങൾ ഈ സമയത്തുണ്ടാവും എന്ന് പ്രത്യേകിച്ച് പറയുന്നു. ചിലവുകളും വരാം, അത് ശ്രദ്ധിക്കുക. സന്താന ക്ലേശങ്ങൾ പറയുന്നു, മക്കളെക്കുറിച്ച് ആലോചിച്ചുള്ള വിഷമങ്ങളും ഒക്കെ ഉണ്ടാവാം. അതുപോലെ തന്നെ ഈ അനാവശ്യ ചിന്തകൾ നമുക്ക് സാധിക്കുമോ ഇല്ലയോ എന്നുള്ള ചില പെട്ടെന്നുള്ള നല്ല മാറ്റങ്ങളൊക്കെ നമുക്ക് വരുമ്പോൾ നമുക്കൊരു എക്സൈറ്റ്മെൻറ്റ് ഉണ്ടാവുമല്ലോ. അതുകൊണ്ട് നമ്മളത് നെഗറ്റീവായിട്ട് എടുക്കാതെ പോസിറ്റീവായിട്ട് ആ മാറ്റങ്ങളെ നമ്മൾ അംഗീകരിച്ച് മുന്നോട്ട് പോകണം എന്ന് പ്രത്യേകിച്ച് കാണുന്നു. സാമ്പത്തിക ലാഭങ്ങൾ ക്രമേണ നമുക്ക് പ്രതീക്ഷിക്കാം. വാക്കുകൾക്കൊക്കെ നല്ല മതിപ്പ് കിട്ടും. ഐശ്വര്യങ്ങൾ വർദ്ധിക്കും. ധനലാഭം നമുക്കുണ്ടാവും. സന്താന ഭാഗ്യം ക്രമേണ വന്നു ചേരും. കുടുംബത്തിൽ ഐശ്വര്യങ്ങൾ ഉണ്ടാവും. അത് രാജബഹുമാനാദി ഗുണങ്ങളൊക്കെ വന്നു ചേരാനുള്ള സാധ്യതകൾ പ്രത്യേകിച്ച് പറയുന്നു. അതുപോലെ സാമ്പത്തികമായിട്ട് പുരോഗതി, ദൈവാനുഗ്രഹങ്ങൾ, ആരോഗ്യപുഷ്ടി ഒക്കെ ഉണ്ടാവുമെന്നാണ് പറയുന്നത്. ആരോഗ്യകാര്യത്തിൽ കൂടുതൽ ശ്രദ്ധ വേണ്ട ഒരു സമയം തന്നെയാണ്. എങ്കിലും നമുക്ക് വലിയ പ്രശ്നങ്ങൾ ഈ മാസം സൂചിപ്പിക്കുന്നില്ല. എല്ലാത്തും ഒന്നും പരിഹരിക്കപ്പെടേണ്ട സമയമായിട്ടാണ് പറയുന്നത്. ചിലർക്ക് ഈ എന്തെങ്കിലുമൊക്കെ ഈ ചോരന്മാരുടെ ഭയം, എന്തെങ്കിലുമൊക്കെ മോഷണങ്ങൾ പോവുക, കൊടുത്തത് കിട്ടാതിരിക്കുക, വിലപിടിപ്പുള്ള വസ്തുക്കൾ നഷ്ടപ്പെടുക, അതൊക്കെ സൂക്ഷിക്കണം എന്ന് പറയുന്നു. യാത്ര അല്പം ശ്രദ്ധിക്കേണ്ടതുണ്ട്. അനാവശ്യ വർത്തമാനങ്ങൾ എല്ലാവരുടെയും ഒഴിവാക്കാനായിട്ട് പറയുന്നു. പൂർവ്വസ്വത്ത് സംബന്ധപ്പെട്ട ചില പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെടാനായിട്ടുള്ള ശ്രമങ്ങൾ നടത്തും എന്നാണ് കാണുന്നത്. തർക്കങ്ങൾ പരിഹരിക്കാൻ ശ്രമിക്കണം. മധ്യസ്ഥ ചർച്ചകൾ സാധിക്കുമെങ്കിൽ അതിലൂടെ പ്രശ്നങ്ങൾക്ക് പരിഹാരം നമ്മൾ കണ്ടെത്താൻ ശ്രമിക്കണം. വ്യവഹാരങ്ങൾക്ക് ഒത്തുതീർപ്പുണ്ടാക്കാനുള്ള ശ്രമങ്ങളും നമുക്ക് വേണം. ബന്ധുക്കൾ മുഖാന്തരമുള്ള അകൽച്ചകൾ ഉണ്ടാവാനുള്ള സാധ്യത കൂടുതലാണ്. എല്ലാ കാര്യങ്ങളും നമുക്ക് പിടിച്ചു നിർത്തി മുന്നോട്ട് കൊണ്ടുപോകാൻ സാധ്യമല്ല. എങ്കിലും ചില കാര്യങ്ങളുടെ ശ്രദ്ധയും കരുതലും വേണം എന്ന് പ്രത്യേകിച്ച് പറയുന്നു. ചിലർ ഈ വ്യക്തിത്വ പ്രതിസന്ധികൾ നേരിടുമെന്നാണ്. നമ്മൾ എടുക്കുന്ന തീരുമാനങ്ങൾ മറ്റുള്ളവർക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്ത പ്രശ്നങ്ങൾ, നമുക്ക് അർഹിക്കുന്ന പരിഗണന ലഭിക്കാത്ത സാഹചര്യങ്ങൾ, അതുപോലെ യാത്രാക്ലേശങ്ങൾ വരാം. ഈ സാമ്പത്തികപരമായിട്ടുള്ള ക്രയവിക്രയങ്ങൾ, എന്തെങ്കിലും തർക്കങ്ങളോ കൂട്ടങ്ങളോ വരാനുള്ള സാധ്യത പ്രത്യേകിച്ച് പറയുന്നുണ്ട്. പാർട്ട്ണർഷിപ്പ് സംരംഭങ്ങൾ അത്രയ്ക്ക് വിജയിക്കുന്ന ഒരു സമയമല്ല. പ്രത്യേകിച്ച് മ്യൂച്വൽ ഫണ്ട്സ്, ഷെയർ മാർക്കറ്റ് മുതലായിട്ടുള്ള മേഖലകളിലെ നിക്ഷേപങ്ങൾ ഈ സമയത്ത് അത്രയ്ക്ക് നല്ലതല്ല. അപമാനങ്ങൾ ഇതൊക്കെ ഒഴിഞ്ഞു നിൽക്കേണ്ടതുണ്ട്. ധനനഷ്ടം വരാതെ പ്രത്യേകം ശ്രദ്ധിക്കണം. ദാമ്പത്യ ജീവിതത്തിൽ അല്പം ശ്രദ്ധയും കരുതലും വേണം എന്ന് പ്രത്യേകിച്ച് പറയുന്നു. യാത്ര സൂക്ഷിക്കേണ്ടതുണ്ട്. പ്രത്യേകിച്ച് ഈ സമയത്ത് വിദ്യാർത്ഥികൾക്കൊരു നല്ല സമയമായിട്ട് പറയുന്നുണ്ട്. പഠന കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കാനും നല്ല മാർക്കൊക്കെ സ്കോർ ചെയ്യാനും പറ്റുന്ന സമയമാണ്. ഉന്നത വിദ്യാഭ്യാസം കരസ്ഥമാക്കാനും കൂടി സാധിക്കും. എക്സാമുകളിലൊക്കെ തീർച്ചയായിട്ടും വിജയം കൈവരിക്കാനും സാധിക്കും. അലസത വിട്ടൊഴിയണം. ഗണേശപ്രീതി വരുത്തണം. ശനിദോഷ പരിഹാരങ്ങൾ ചെയ്യണം. അവരവരുടെ കുടുംബക്ഷേത്രങ്ങളിൽ ദർശനം ചെയ്ത് പ്രാർത്ഥനാ കാര്യങ്ങളൊക്കെ നടത്തുക. പിതൃക്കളെ സ്മരിക്കുക. നല്ലവണ്ണം ദൈവപ്രീതി ഉണ്ടാക്കി, ദൈവാനുഗ്രഹം ഉണ്ടാക്കി, ശനിദോഷ പരിഹാരങ്ങളൊക്കെ ചെയ്ത് മുന്നോട്ട് പോകുന്ന വർഷം ഏറെക്കുറെ നമുക്ക് പ്രശ്നങ്ങൾക്ക് പരിഹാരം ഉണ്ടാക്കി മുന്നോട്ട് പോകാൻ പറ്റുന്ന ഒരു മാസമായിട്ടാണ് കാണുന്നത്. പുതിയ ജോലി കാര്യങ്ങൾക്കൊക്കെ ശ്രമിക്കുന്നവർക്ക് ഒരു നല്ല തീരുമാനങ്ങൾ ഈ മാസം പ്രതീക്ഷിക്കാം. ഇൻ്റർവ്യൂകളൊക്കെ പാസ്സാവാനുള്ള സാധ്യത പ്രത്യേകിച്ച് കാണുന്നു. ഗവൺമെൻറ് തലത്തിൽ അംഗീകാരങ്ങൾ ആഗ്രഹിക്കുന്ന തീർച്ചയായിട്ടും അത് ലഭിക്കും. ഇതുവരെ നമുക്ക് ലഭിക്കാത്ത പ്രൊമോഷനോ കാര്യങ്ങളോ തടഞ്ഞു വെച്ചതായിട്ട് എന്തെങ്കിലും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ, എഗ്രിമെൻ്റൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ നമുക്ക് വരാനുള്ള സാധ്യതയും പ്രത്യേകിച്ച് ഈ മാസം പറയുന്നു. തക്കതായിട്ട് ചിലവുകളും പ്രതീക്ഷിക്കാം. ആരോഗ്യകാര്യം വളരെയധികം ശ്രദ്ധിക്കണം. കുറച്ച് മെഡിറ്റേഷൻ മുതലായിട്ട് കാര്യങ്ങളൊക്കെ ചെയ്യണം. ദൈവാനുഗ്രഹം ഉണ്ടാക്കിയെടുക്കുക. അവരവരുടെ ജാതകങ്ങൾ പരിശോധിച്ച് വേണ്ട തീരുമാനങ്ങൾ കൈക്കൊണ്ട് മുന്നോട്ട് പോകണം എന്നാണ് ഈ മാസം ലഭിക്കുന്ന വിവരങ്ങൾ. പൂരുട്ടാതി നക്ഷത്രത്തിൻ്റെ കാൽഭാഗവും ഉത്രട്ടാതിയും രേവതിയും അടങ്ങുന്ന മീനം രാശിക്കാർക്ക് ഈ 2025 മാർച്ച് മാസത്തിലുണ്ടാകുന്ന ഗുണദോഷങ്ങൾ എന്തൊക്കെ പരിശോധിക്കുമ്പോൾ ചില കാര്യങ്ങൾക്ക് പരാജയങ്ങൾ നേരിടും എന്നാണ് പ്രത്യേകിച്ച് പറയുന്നത്. പ്രതീക്ഷിച്ച അത്ര ഒരു ധനലാഭം നമുക്ക് ഉള്ള സമയമല്ല. ഊഹക്കച്ചവടങ്ങൾ മാറി നിൽക്കുക. അതുപോലെ കൂടുതൽ നിക്ഷേപങ്ങൾ വരേണ്ട സമയമാണെങ്കിലും അതിൽ നിന്നൊന്നും വലിയ രീതിയിലുള്ള റിട്ടേൺസൊന്നും നമുക്ക് വരാൻ സാധ്യതയില്ല. അപ്പോൾ ഒരുപാട് ഇൻവെസ്റ്റ്മെൻറ്റും കാര്യങ്ങൾ ചെയ്തിട്ട് കാര്യമില്ല. നഷ്ടപ്പെടാത്ത രീതിയിലുള്ള ഇൻവെസ്റ്റ്മെൻറ്റുകളൊക്കെ ചെയ്യുന്നതൊക്കെ വളരെയധികം നല്ലതാണ്. ഊഹക്കച്ചവടങ്ങൾ മാക്സിമം മാറി നിൽക്കണം. അപ്പോൾ ഇത്തരം കാര്യങ്ങളൊക്കെ ചിന്തിച്ച് അല്പം സ്വസ്ഥത കുറവുകൾ ഒക്കെ വരാം. ഓവർ തിങ്കിങ് വരാം. ഓവർ എക്സൈറ്റ്മെൻറ്റും വരാനുള്ള സാധ്യത കൂടുതലാണ്. ചീത്ത കൂട്ടുകെട്ടുകൾ ഒഴിവാക്കേണ്ടതുണ്ട്. അതുപോലെ വാഹനാപകടങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കാൻ പ്രത്യേകിച്ച് പറയുന്നു. തലവേദന, ഉറക്കക്കുറവുകൾ, ഉഷ്ണരോഗങ്ങൾ, ഉദരവ്യാധി, കണ്ണിനസുഖം, സന്ധിവേദനകൾ അല്പം ശ്രദ്ധിക്കേണ്ടതുണ്ട്. മുട്ടുവേദന, കാര്യമെന്ന് പറയുന്നത് ജോയിൻറ്റ് പെയിനൊക്കെ ശ്രദ്ധിക്കണം. മൂത്രാശയ രോഗങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം.
അതുപോലെ ഈ പൊതുവിഷയങ്ങൾ ഇറങ്ങി വർത്തമാനം പറയുന്നത് വളരെയധികം ശ്രദ്ധിക്കുക. അനാവശ്യമായിട്ടുള്ള വാദപ്രതിവാദങ്ങൾ ഒഴിവാക്കുക. അതുപോലെ തന്നെ ഈ പൊതുവായിട്ടുള്ള അഭിപ്രായങ്ങൾ ഒഴിവാക്കാനായിട്ട് പ്രത്യേകിച്ച് പറയുന്നു. അതുപോലെ പൊതുവിഷയങ്ങൾ എടുക്കുന്ന തീരുമാനങ്ങൾ അത് എല്ലാവരും കൂടി ചർച്ച ചെയ്തൊരു തീരുമാനമാക്കി മാറ്റാനും നമ്മുടെ കൂടെ ഒരു ടീം വർക്ക് ആയിട്ട് നടത്താനും ശ്രദ്ധിക്കണം എന്ന് പ്രത്യേകിച്ച് പറയുന്നു. 10 പേര് നമ്മുടെ കൂടെ നിർത്തുന്ന എല്ലാ കാര്യങ്ങൾക്കും നല്ലതാണ്. ദ്രവ്യനാശങ്ങളും സംഭവിക്കാം. ചിലപ്പോൾ നമ്മൾ കൂടുതൽ എന്തെങ്കിലുമൊക്കെ നേരത്തെ നേടി വെച്ചതായിട്ട് കാര്യങ്ങളൊക്കെ എടുത്ത് ബിസിനസ്സിലൊക്കെ ഇറക്കി അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും കാര്യങ്ങൾക്ക് ഇൻവെസ്റ്റ് ചെയ്ത് ചിലപ്പോൾ അത് നഷ്ടപ്പെടാനുള്ള സാധ്യത കൂടുതലാണ്. അതുകൊണ്ട് അത്തരം കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഒരുപാട് ദൂരദേശ യാത്രകൾ വരുമെന്നാണ് പറയുന്നത്. അനാവശ്യ യാത്രകൾ ഒഴിവാക്കാൻ ശ്രമിക്കുക. അനാവശ്യ ചെലവുകൾ ഒഴിവാക്കാൻ ശ്രമിക്കുക. ബിസിനസ് മേഖലയിൽ ഉയർച്ച താഴ്ചകൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും. നേരത്തെ പറഞ്ഞ ഊഹ കച്ചവടങ്ങൾക്ക് നിൽക്കാതെ പ്രാക്ടിക്കലായി ചിന്തിച്ച് വരുന്ന മാറ്റങ്ങൾക്ക് അനുസൃതമായിട്ട് നമ്മൾ ഡെവലപ്മെൻറ്റ്സ് വരുത്തി മുന്നോട്ട് പോവുക. അതിനനുസരിച്ച് ഇൻവെസ്റ്റ്മെൻറ്റും വർദ്ധിപ്പിക്കുക. ഒരുപാട് ഇൻവെസ്റ്റ് ചെയ്ത് നമ്മൾ നോക്കിയിരിക്കാനുള്ള അവസ്ഥ ഉണ്ടാക്കരുത് എന്ന് പ്രത്യേകിച്ച് പറയുന്നുണ്ട്. ആരോഗ്യം വളരെയധികം ശ്രദ്ധിക്കുക. ദാമ്പത്യ ജീവിതത്തിൽ ഒരുപാട് വിട്ടുവീഴ്ചകൾ വരേണ്ട ഒരു മാസമായിട്ടാണ് പ്രത്യേകിച്ച് കാണുന്നത്. അതുപോലെ തന്നെ കഷ്ടനഷ്ടങ്ങൾ ഒഴിവാക്കാൻ ശ്രമിക്കുക. വസ്തു ക്രയവിക്രയങ്ങളിലൂടെ നമുക്ക് ധനലാഭം വരും എന്ന് പ്രത്യേകിച്ച് പറയുന്നുണ്ട്. സ്ഥലം വാങ്ങിക്കലാം, കൊടുക്കലാവാം. വിൽക്കാൻ ഉദ്ദേശിക്കുന്നവർക്ക് തീർച്ചയായിട്ടും അതൊക്കെ വിറ്റ് പോകാനുള്ള സാധ്യത പ്രത്യേകിച്ച് പറയുന്നു. കടബാധ്യതകൾ കൊടുത്തു തീർക്കാൻ ശ്രമിക്കുക. വ്യവഹാരങ്ങൾ ഫേസ് ചെയ്യുന്നവരാണ്. പൂർവ്വസ്വത്ത് സംബന്ധിക്കുന്ന തർക്കങ്ങളും കൂട്ടങ്ങളും ഒക്കെ ഈ സമയത്ത് കയറി വരാൻ സാധ്യത കൂടുതലാണ്. ഭൂമി തർക്കങ്ങൾ, വ്യവഹാരങ്ങളൊക്കെ കയറി വരും. നല്ലവണ്ണം അതിന് നിയമാനുസൃതം നമ്മൾ മുന്നോട്ട് പോവുക. എല്ലാ കാര്യങ്ങളും ഒരു ക്ലാരിറ്റിയോട് കൂടി നമ്മൾ കണ്ണും കാത് തുറന്നിരിക്കണം എന്ന് പറയുമല്ലോ. പെട്ടെന്നായിരിക്കും ചില നടപടിക്രമങ്ങൾ വരിക. പെട്ടെന്നായിരിക്കും പ്രതീക്ഷിക്കാതിരിക്കുമ്പോഴായിരിക്കും പല നിയമ നടപടികളൊക്കെ നമുക്ക് ഫേസ് ചെയ്യേണ്ടതായിട്ട് വരിക. അത്തരം സന്ദർഭങ്ങളിൽ മനസാന്നിധ്യം വീണ്ടെടുത്ത് കാര്യങ്ങളെ നല്ല രീതിയിൽ ഫേസ് ചെയ്തുകൊണ്ട് തന്നെ പ്രശ്നത്തിന് പരിഹാരം കണ്ടെത്താൻ ശ്രമിക്കുക. നിയമജ്ഞന്മാരുടെ സപ്പോർട്ടുകൾ നമ്മൾ ഉണ്ടാക്കിയെടുക്കുക. നല്ല അഡ്വൈസ് ചെയ്യുന്നതായിട്ട് വ്യക്തികളുടെ അഡ്വൈസൊക്കെ നമുക്ക് സ്വീകരിക്കാം. അതുപോലെ തന്നെ ഗുരുജനങ്ങളുടെ സപ്പോർട്ടുകൾ സ്വീകരിക്കുക. ബന്ധുജനങ്ങളുടെ സപ്പോർട്ടുകൾ, സുഹൃത്തുക്കളുടെ കാര്യങ്ങൾ ഒക്കെ നമുക്ക് ഉണ്ടാക്കിയെടുക്കണം. ശാസ്ത്രത്തിൻ്റെതായിട്ട് സപ്പോർട്ടുകളും ഒക്കെ നമുക്ക് ഈ സമയത്ത് വേണം. ചില കാര്യങ്ങൾക്ക് ഒരു ക്ലാരിറ്റി കുറയും. ചില തീരുമാനങ്ങൾ എടുക്കാൻ നമ്മളെ കൊണ്ട് ഒരു പറ്റാത്ത സ്ഥിതിവിശേഷങ്ങൾ വരും. അതൊക്കെ അല്പം ശ്രദ്ധിക്കണം എന്ന് പ്രത്യേകിച്ച് പറയുന്നുണ്ട്. അപ്പോൾ എല്ലാവരുടെയും കോംപ്രമൈസ് ചെയ്യാനാണ് പറയുന്നത്. എല്ലാത്തിനും ഒരു മീഡിയേഷൻ നടത്തുന്നത് നല്ലതായിരിക്കും. എന്ത് കാര്യങ്ങളും പരിഹരിച്ച് മുന്നോട്ട് പോവുക. ക്രമേണ നമുക്ക് സാമ്പത്തിക ലാഭങ്ങൾ പറയുന്നുണ്ട്. വസ്ത്രാഭരണ സിദ്ധി, ശുഭമംഗളകർമ്മങ്ങൾ നടക്കാനുള്ളതായിട്ട് യോഗങ്ങൾ, വിവാഹമംഗളകർമ്മം മുടങ്ങിയവർക്ക് എന്നൊരു തീരുമാനങ്ങളൊക്കെ വരാനുള്ള സാധ്യത കാണുന്നു. അതുപോലെ തന്നെ എല്ലാ കാര്യങ്ങൾക്കും ദൈവാനുഗ്രഹം നമുക്ക് വേണ്ട ഒരു മാസമായിട്ടാണ് പ്രത്യേകിച്ച് കാണുന്നത്. നല്ലവണ്ണം ഡിവൈൻ സപ്പോർട്ട് ഉണ്ടാക്കിയെടുക്കുക. അവരവരുടെ കുടുംബ പരദേവതയെ പ്രീതിപ്പെടുത്തുക. ശനിദോഷ പരിഹാരങ്ങൾ ചെയ്യണം. ആരോഗ്യം വളരെയധികം ശ്രദ്ധിക്കണം. അനാവശ്യ ചെലവുകൾ, അലച്ചിലുകൾ ഒഴിവാക്കുക. വിദേശത്തിരിക്കുന്നവർക്ക് പറഞ്ഞ രീതിയിൽ പ്രവൃത്തി രംഗത്ത് പ്രശ്നങ്ങളുണ്ടാവില്ല എങ്കിലും പലതരത്തിലുള്ള അസ്വസ്ഥതകളും മാനസിക പ്രയാസങ്ങളും വർദ്ധിച്ചു വരും. പലതരത്തിലുള്ള പല മേഖലയിൽ നിന്നും പ്രഷറുകൾ വർദ്ധിക്കും. അപ്പോൾ മനസാന്നിധ്യം വീണ്ടെടുത്ത് ശ്രദ്ധയും കരുതലോടെ മുന്നോട്ട് പോകണം എന്നാണ് പ്രത്യേകിച്ച് പറയുന്നത്. അതുപോലെ ചില നഷ്ടകഷ്ടങ്ങൾ ഒഴിവാക്കാനെ കൊണ്ട് ശ്രമിക്കുക. പുതിയ വിഷയങ്ങൾ ഇടപെടുമ്പോൾ ഇത്തിരി ശ്രദ്ധിച്ച് വർത്തമാനം കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ച് മുന്നോട്ട് പോകണം എന്നാണ് പറയുന്നത്. എങ്കിലും ക്രമേണ ശത്രുക്കളുടെ വിജയമൊക്കെ ഉണ്ടാവും. പ്രശസ്തി, അധികാരലബ്ധി മുതലായിട്ടതൊക്കെ ഈ മാസാവസ്ഥാനത്തോടെ പറയുന്നുണ്ട്. പ്രവൃത്തി മണ്ഡലത്തിൽ വിജയം കൈവരിക്കാനെ കൊണ്ട് സാധിക്കും. വിദ്യാർത്ഥികൾക്ക് നല്ല സമയമാണ്. പഠനത്തിൽ കൂടുതൽ ശ്രദ്ധ ചെലുത്താൻ പറ്റുന്ന ഒരു സമയമാണ്. തീർച്ചയായിട്ടും മനസ്സ് വെച്ച് പഠിക്കുന്ന വർഷം തീർച്ചയായിട്ടും നല്ല വിജയങ്ങൾ കൈവരിക്കാനും കൂടെ സാധിക്കും. ഉന്നത വിദ്യാഭ്യാസത്തിന് യോഗം കാണുന്നുണ്ട്. ഉപരിപഠനങ്ങൾക്കും ശോഭിക്കാനുള്ള സാധ്യതകൾ പ്രത്യേകിച്ച് കാണുന്നുണ്ട്. അപ്പോൾ അശാന്ത പരിശ്രമങ്ങൾ വേണ്ടിവരുമെങ്കിലും തീർച്ചയായിട്ടും ആ പരിശ്രമങ്ങൾ വിജയത്തിലെത്തിക്കാൻ സാധിക്കും എന്നുള്ളതൊക്കെ നമുക്ക് കാണുന്നുണ്ട്. പുതിയ ജോലി കാര്യങ്ങളൊക്കെ ചെയ്യാൻ ഉദ്ദേശിക്കുന്നവർക്ക് ഈ മാസാവസാനത്തോടു കൂടി പുതിയ മാറ്റങ്ങൾ, പുതിയ ഇൻ്റർവ്യൂ ഒക്കെ പാസ്സായി പുതിയ ജോലിയിലൊക്കെ പ്രവേശിക്കാനുള്ള സാധ്യതയും കാണുന്നു. അപ്പോൾ ഈ മാസാവസാനം വരെ അല്പം ക്ഷമയോടുകൂടി ഇരിക്കാനായിട്ട് കൊണ്ട് പ്രത്യേകിച്ച് പറയുന്നുണ്ട്. അപ്പോൾ അവരുടെ ജാതകങ്ങൾ കൂടിയൊക്കെ പരിശോധിക്കുക. വേണ്ട കാര്യങ്ങളൊക്കെ നമ്മൾ പരിശോധിച്ച് ദോഷപരിഹാരങ്ങൾ ചെയ്ത് മുന്നോട്ട് പോവുക. പിതൃക്കളെ സ്മരിക്കുക. കുടുംബ പ്രതിപത ആരാധിക്കുക. എല്ലാ ശനിയാഴ്ചയും വ്രതമിരിക്കുന്നതും പ്രത്യേകിച്ച് ഉപാസന കാര്യങ്ങളൊക്കെ ചെയ്യുന്നതും നല്ലതാണ്. അവരവരുടെ മതാചാരങ്ങൾ കൂടുതൽ ശ്രദ്ധിക്കുക. എല്ലാത്തിനും നമുക്കൊരു ഡിവൈൻ സപ്പോർട്ട് വേണം. മറ്റുള്ളവരുടെ ഉപദേശങ്ങളും സ്വീകരിക്കുക. നല്ല ഉപദേശങ്ങൾ സ്വീകരിക്കുക. ഗുരുക്കന്മാരുടെ ഉപദേശങ്ങളൊക്കെ സ്വീകരിച്ച് മുന്നോട്ട് പോവുക എന്നുള്ളതൊക്കെയാണ് നമുക്ക് ഈ മാസം ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ള കാര്യങ്ങൾ. അശ്വതി മുതൽ രേവതി വരെയുള്ള എല്ലാവർക്കും ഇത്തരം അറിവുകൾ തീർച്ചയായിട്ടും ഉപകാരപ്രദമാവട്ടെ എന്ന് വിചാരിക്കുന്നു. എല്ലാവർക്കും എല്ലാ ദോഷങ്ങളും കാലദോഷങ്ങളും ഒക്കെ നീങ്ങി ഭഗവാൻ പ്രീതിയും കർമ്മരംഗത്ത് അഭിവൃദ്ധിയും ഐശ്വര്യം ഉണ്ടാവട്ടെ എന്ന്, ഭഗവാന്റെ അനുഗ്രഹം ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇതുമായിട്ട് ബന്ധപ്പെട്ട ജ്യോതിഷം സംബന്ധിക്കുന്നതായിട്ട് എന്തെങ്കിലും സംശയങ്ങളൊക്കെ താഴെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താം. കമൻറ്റ് ബോക്സിൽ നമുക്ക് ജാതക പരിശോധനയൊന്നും ചെയ്യാൻ സാധ്യമല്ല. സംശയ നിവൃത്തിക്കുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ചോദിക്കാം, പറഞ്ഞു കൊടുക്കുന്നുണ്ട്. വിശദമായിട്ട് കാര്യങ്ങൾക്ക് നേരിൽ വരാം. അതുപോലെ ഓൺലൈൻ വഴി ദൂരമുള്ളവർക്ക് ഓൺലൈൻ കൺസൾട്ടേഷൻ പ്രയോജനപ്പെടുത്താം. വരുംകാലത്ത് വരുന്ന എല്ലാ വീഡിയോകൾക്കും തീർച്ചയായിട്ടും എല്ലാവരുടെയും സപ്പോർട്ട് പ്രതീക്ഷിക്കുന്നു.
ഇതുവരെ നമ്മുടെ ചാനലിന് തരുന്ന എല്ലാ അംഗീകാരങ്ങൾക്കും എല്ലാവർക്കും ഞാൻ നന്ദിയും കടപ്പാടും അറിയിച്ചുകൊണ്ടും വരും കാലത്തും തീർച്ചയായിട്ടും എല്ലാ തരത്തിലുള്ള സപ്പോർട്ടുകളും അംഗീകാരങ്ങളും തീർച്ചയായിട്ടും നൽകണം എന്നും പ്രത്യേകിച്ച് അഭ്യർത്ഥിച്ചുകൊണ്ടും അടുത്ത ഒരു നല്ല വീഡിയോ ആയിട്ട് വീണ്ടും കാണുമ്പോഴേക്കും എല്ലാവർക്കും എൻ്റെ വിനീതമായിട്ടുള്ള നമസ്കാരം.